ഇതാകുമ്പോ താങ്ങി നിൽക്കുക. അതാണ് ചന്തി കൂട്ടാൻ വേണ്ടിട്ടുള്ള സംഭവം. ഹണിമൂൺ സെറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് 2 പീസ് കളക്ഷൻ. ഇത് ഒരു ഷേപ്പ് വെയർ ആണ് കേട്ടോ. ബ്രാൻഡഡ് നിങ്ങൾ വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല മൂവിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് ആണ് കേട്ടോ. ഇത് അതും സ്പോർട്സ് ബ്രാ. ഇത് ഏതാ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഫീഡിംഗ് ബ്രാൻഡ് ഉദ്ദേശിക്കുന്നത് ഇതാ. ഇതിൽ ഇങ്ങനെ ഒരു ഹുക്ക് ഉണ്ടാവും. US പോളോ ബ്രാൻഡിന്റെ അത് മാച്ചോന്റെ ജെൻസിന്റെ ബനിയനുകൾ വരുന്നതാണ്. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? കൊല്ലം ചടയമംഗലം. കൊല്ലത്തുനിന്ന് ചടയമംഗലത്ത് കോഴിക്കോട്. ഇതാ ഒരു സീംലെസ് പാന്റീസ് വരുന്നത്. എന്റെ ഏരിയയിൽ ഇത് പോലും അപ്പൊ അങ്ങനെ പോയില്ലെങ്കിലും അതിനും ഉണ്ട് സൊല്യൂഷൻ. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. ഇത് ടീനേജുകാർക്കുള്ളതാന്ന് തോന്നുന്നുണ്ട്. കണ്ട ഉള്ളിൽ ഇടാത്തവർക്ക് നമ്മൾ ഇടിക്കൂലേ? അതിൽ തന്നെ സൈഡ് സപ്പോർട്ട് വരുന്നുണ്ട്, ക്രോസ് ഓവർ വരുന്നുണ്ട്, ക്രോസ് കട്ടിങ് വരുന്നുണ്ട്, ബാക്ക് കവറേജ് വരുന്നുണ്ട്. പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഗംഭീര ഓഫർ ആണ് കേട്ടോ. സ്ഥാപനം ഒരു 30 വർഷത്തെ സ്ഥാപനമാണ്. ജോക്കി, US പോളോ, വാൻ ഹുസൈൻ മൊത്തം ഇഷ്ടം പോലെ ഉണ്ട്. സാധനം ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഈ വരുന്നതും പോണതും ഒന്നും അറിയണില്ല അല്ലെ. പ്രഗ്നൻസി പാന്റിയാണ് ഇത് വരാം. ഈ സൈഡും സപ്പോർട്ട് വരും, ബാക്കും സപ്പോർട്ട് വരും. സ്പോർട്സ് ബ്രാൻഡ് തന്നെ കുറച്ച് ലെങ്ത് കൂടിയത്. എന്തോരം ഇത് കാണിച്ചാലും തീരുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കാശത്തിന് കിട്ടും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡ്. യെസ്, കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് ഫുൾ ഹോൾസെയിലേഴ്സ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഹോൾസെയിൽ കടയിലേക്ക് ഇന്ന് മൊത്തം ഇന്നർ വെയറിന്റെ കട, ഇന്നർ വെയർ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു കട. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റീസും വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഗംഭീര ഓഫറാണ് കേട്ടോ. ഗംഭീര ഓഫർ എന്ന് പറഞ്ഞാൽ ഗംഭീര ഓഫറാണ്. അപ്പൊ ന്യൂ ബസ് സ്റ്റാൻഡ് ആണ് കോഴിക്കോട്. അതിന്റെ ജസ്റ്റ് സൈഡിലായിട്ട് സെഞ്ചുറി കോംപ്ലക്സ് ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഈ സൈഡിൽ കാണുന്ന ഇവിടെ ഒരുപാട് കോംപ്ലക്സ് ഉണ്ട്. അപ്പൊ സെഞ്ചുറി കോംപ്ലക്സ്, സെഞ്ചുറി ബിൽഡിംഗ് അങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. പക്ഷെ ഇത് സെഞ്ചുറി കോംപ്ലക്സ്. അതിൽ ആ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നതാണ് കേട്ടോ ഹോണസ്റ്റി ഡ്രസ്സസ്. ഈ കിടക്കുന്നതാണ് കേട്ടോ ഹോണസ്റ്റി. അത് മുകളിൽ ബോർഡ് ഹോണസ്റ്റി ഡ്രസ്സസ്. അപ്പം മൊത്തം ഇന്നർ വെയർസ്, ലേഡീസ്, ജെന്റ്സ്, കിഡ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എൻട്രൻസ് ഇവിടെ നിന്നും പോവാം, അതുപോലെ തന്നെ ഈ സൈഡിൽ കൂടെയും പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. പക്ഷെ ഇന്ന് ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താ ഓഫർ എന്നുള്ളത് നമുക്ക് നോക്കാം. വേഗം പോവാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിൽ പറയുമ്പോൾ മൊത്തം ഇന്നോവേഴ്സ് കണ്ടേ. ഇത്രയും അധികം സ്റ്റോക്ക് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അത്ര അധികം സ്റ്റോക്കാണ് ഇരിക്കുന്നത്. ഇത് ആക്ച്വലി മെൻസിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇപ്പുറത്തും ഉണ്ട് കേട്ടോ, ഇപ്പുറത്തും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് വെച്ചിരിക്കണേ എല്ലാ ബ്രാൻഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഇവിടെ മാത്രമല്ല വേറെ എവിടേക്കോ ഒരിക്കൽ ഗോഡൗൺ ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് സ്ഥലം അറിയണമെങ്കിൽ നമുക്കൊന്ന് അകത്ത് കയറി ചോദിച്ചു നോക്കാം. എന്തായാലും ഐശ്വര്യത്തോടു കൂടി കയറട്ടെ. മൊത്തം ഉള്ളിലിടാത്തവർക്ക് വരെ ഇന്ന് തൊട്ട് ഉള്ളിലിട്ട് തുടങ്ങിക്കോ അല്ലേ സാറേ? ഉള്ളിലിടാത്തവർക്ക് നമ്മൾ ഇടിക്കൂലേ? എല്ലാരും ഇടിക്കും. അതാണ് ഓക്കെ. എന്താണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? സ്ഥാപനം ഒരു 30 വർഷത്തെ സ്ഥാപനമാണ്. 30 വർഷമായിട്ട് ഈ ഫീൽഡിൽ വളരെ പരിചിതമായിട്ടുള്ള കസ്റ്റമേഴ്സിനും എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥാപനമാണ്. നമ്മൾ ഒരു 15ഓളം ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. നോർത്ത് കേരളയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. പ്ലസ് നമ്മൾ ഹോണസ്റ്റി എന്ന് പറയുന്ന ഒരു ട്രേഡിങ് സ്ഥാപനമാണ്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രൊഡക്റ്റുകളും നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. 15 ഒതുങ്ങുന്നില്ല. നമ്മൾ ഒരു ഇന്നർവെയർ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു 100% പൂർണ്ണതയുള്ളൊരു സ്ഥാപനമാണ് ഹോണസ്റ്റി. ഒരു സാറ്റിസ്ഫൈ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും. ഇനി എന്തൊക്കെയോ ഓഫർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഓഫർ നമുക്ക് എന്തായാലും ഇപ്പൊ പറയുന്നില്ല, വീഡിയോയുടെ ഇടയിലായിരിക്കും പറയാം. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമാണ് ഈ ഒരു ഓഫറിനെ കുറിച്ച് അല്ലേ സാറേ? അതെന്തായാലും ഇടയിലായിരിക്കും പറയാട്ടോ. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇനി ഞങ്ങൾക്ക് ഇവിടുത്തെ ഐറ്റംസ് അതുപോലെ ബ്രാൻഡിനെ കുറിച്ചൊക്കെ അറിയണമായിരുന്നു. അത് വൈഷ്ണവി വളരെ എക്സ്പെർട്ട് ആണ് ആ വിഷയത്തിൽ. ഇത് ഈ കാര്യത്തിന് അല്ലേ? ഓക്കെ. ഹായ് വൈഷ്ണവി. ഹായ്. പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യാണ്ട് പോണ്ട. ഒരു ഹായ് പറഞ്ഞേക്ക്. ഓക്കെ വൈഷ്ണവി, സുഖാണോ? എന്താണ് നമ്മുടെ ഹോണസ്റ്റിയിൽ മെയിൻ ആയിട്ടുള്ളത്? മൊത്തം കാണുമ്പോ പെട്ടികൾ മാത്രമേ ഉള്ളൂ. ഉള്ളിൽ വലുതുണ്ടാ? ഇഷ്ടംമാതിരി ഉണ്ട്. അവിടെ ഓഫർ കൂടാണ്ട് ഇവിടെ വേറെ കുറെ കമ്പനി ഓഫറുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് കിടക്കാം. ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ, വലിയ കസ്റ്റമറിന് നല്ല തിരക്കുണ്ട്. കണ്ടാ, ഇത് നമ്മുടെ ചേട്ടൻ ഇവിടെ കാണിച്ചു തന്നെ. ചേട്ടൻ പൊക്കോട്ടെ, അവിടെ പർച്ചേസിങ് കാണിച്ചു കൊടുത്തിട്ട് ചേച്ചിമാർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചേച്ചീനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഐറ്റത്തെ പറ്റിയും പരിചയപ്പെടുത്തി തരും. അപ്പൊ അതാ നല്ലത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. നമുക്ക് എന്താ സംഭവം എന്നുള്ളത്. എന്തായാലും ഞാനൊന്ന് വരുന്നുണ്ട് ഇങ്ങടെ. ചേച്ചി സുഖാണോ? സുഖം. ചേച്ചിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കൂടുതലാണ്. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞത് എന്താ സംഭവം എന്നുള്ളത്. ആദ്യം തന്നെ ഈ ബ്രാൻഡ് വെച്ച് തന്നെ തുടങ്ങാം അല്ലെ? ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ആണല്ലോ.
ഇത് വിലയിലും നല്ലതാണ്, ക്വാളിറ്റിയിലും കുറച്ച് നല്ല ബ്രാൻഡാണ്. മിസ്ലീവ്. ഇതിൽ ബനിയൻ ക്ലോത്തിന്റെയും വരുന്നുണ്ട്, കോട്ടന്റെ ഐറ്റംസും വരുന്നുണ്ട്. ഓക്കെ, 2 ടൈപ്പ് വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇതില് സാരി ബ്രാ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ക്രോസ് ഓവർ, സൈഡ് സപ്പോർട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് പോകുന്ന ഐറ്റംസ് ആണ്. ഇതിപ്പോ ബനിയന്റെ ആണോ? ബനിയന്റെ ആയാലും നല്ല സോഫ്റ്റ് ഉണ്ട് അല്ലേ? നല്ല സോഫ്റ്റ് ആണ്. അത് 2 കളറിലായിട്ടാണ് വരുന്നത്. ഇത് ലൈറ്റ് ഷെയ്ഡും വരും, ഡാർക്ക് ഷെയ്ഡും വരും. ഓക്കെ, അങ്ങനെയായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, പിന്നെ ഇതാ ഈ കോട്ടന്റെ ഒന്ന് കാണിച്ചെന്നേ. കോട്ടൻ്റെ ഡബിൾ ലെയറിൽ ഈ റൗണ്ട് സ്റ്റിച്ച് എന്ന് പറയുന്ന സാധനം 2 ഇതിലായിട്ട് വരുന്നുണ്ട്. അതായത് ഡബിൾ ലെയറിൽ വരുന്നുണ്ട്, സിംഗിൾ ലെയറിലായിട്ടും വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതിപ്പോ ഡബിൾ ലെയർ ആണ് കേട്ടോ. ഇത് വരുന്നത് ഡബിൾ ലെയറിലുള്ള സ്റ്റിച്ചാണ്. ഇത് ഡബിൾ ക്ലോത്ത് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ സൈസ് എങ്ങനെയാ വരിക ചേച്ചി? ഇപ്പൊ ഈ ഒരു ബോക്സിൽ 32 മുതൽ 50 സൈസ് വരെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബോക്സിൽ എത്ര ഒരു ബോക്സിൽ ഒരു സൈസ് ഉണ്ടാവും. അങ്ങനെ. അപ്പൊ മിസ്ലീവ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. പുറത്ത് കുറച്ചുകൂടി ഡിമാൻഡ് കൂടുതലാണ്. ചേട്ടൻ ഇങ്ങോട്ട് കാണണോ? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പെട്ടി കൊണ്ട് സ്റ്റോക്ക് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അത്രയും ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഉള്ളതിൽ നമുക്ക് പിന്നെ സ്പോർട്സ് ബ്രാകൾ തന്നെ 3-4 ഐറ്റംസ് വരുന്നത്. ഈ മിസ്ലീവ് ബ്രാൻഡില് പൈസ കൊണ്ട് നമുക്ക് ഒതുങ്ങുന്ന ഇതിലാണ് വരുന്നത്. 3 ഐറ്റംസ് സ്പോർട്സ് ബ്രാ തന്നെ വരുന്നുണ്ട്. ഇത് ടീനേജുകാർക്കുള്ളതാന്ന് തോന്നുന്നുണ്ട്. കണ്ട, പിന്നെ പാഡഡ് ആണ്, വിത്തൗട്ട് പാഡഡും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ലൊരു. പിന്നെ വീണ്ടും ഒരു കാര്യം പറയാം, ഇപ്പൊ ഈ ഒരു സംഭവം നമുക്ക് ഈ ബോക്സിൽ എടുത്ത് കാണിക്കുന്നത്, ഈ ബോക്സ് ഫുൾ എടുക്കണം. ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ, റീറ്റെയിൽ ആയിട്ട് ഒരു പീസിന് ഇവിടെ വരെ വേണ്ട, വിളിക്കും വേണ്ട. ഓൺലി ഹോൾസെയിൽ മാത്രം കേട്ടോ. ഇനി എത്ര രൂപയ്ക്ക് എടുക്കണം എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ ഈ ടീൻസ് എന്നുള്ള ബ്രാൻഡിൽ വരുമ്പോൾ ബനിയൻ ക്ലോത്ത് ആണ് കൂടുതലായിട്ട് വരുന്നത്. മൂവിങ് അതിന് തന്നെ സൈഡ് സപ്പോർട്ട് വരുന്നുണ്ട്, ക്രോസ് ഓവർ വരുന്നുണ്ട്, ക്രോസ് കട്ടിങ് വരുന്നുണ്ട്, ബാക്ക് കവറേജ് വരുന്നുണ്ട്. ഈ ബ്രസ്റ്റ് അവിടെ അല്ല സൈഡൊക്കെ തുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ സൈഡ് തുറച്ച് നിൽക്കുക, ബാക്കിൽ ബൾജ് ചെയ്ത് നിൽക്കുക, ഇങ്ങനത്തേനൊക്കെ എന്ന് പറയുന്നത് നമ്മൾ 4 ഊക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നതാണ്. പിന്നെ അതിന് സപ്പോർട്ടായിട്ടുള്ള കുറെ ഐറ്റംസുകൾ ഈ ടീൻസ് എന്നുള്ള ബ്രാൻഡിലുണ്ട്. കൂടുതൽ ബനിയൻ സ്റ്റഫാണ് കൂടുതലായിട്ട് ഇതില് പാന്റീസും ഉണ്ട്, അല്ലെങ്കിൽ ബ്രാ മാത്രമാണ്? പാന്റീസ് ഉണ്ട്. ഇപ്പൊ ഫുള്ളും ബ്രാ ആണ്. ഇതിൽ തന്നെ പാഡഡ് ബ്രാ വരുന്നത് 3-4 ഐറ്റം വരുന്നുണ്ട്. സെയിംലെസ് ആയിട്ട് വരുന്നുണ്ട്, കട്ടിങ് വരുന്ന സൈസ് ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ് പാഡഡും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പുതിയതായിട്ടുള്ള സ്റ്റാർട്ടപ്പുകാർക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. പുതിയതായിട്ട് ഇപ്പോൾ കട ഇനോഗ്രേഷൻ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇന്നർ വെയറുടെ ഒറ്റയ്ക്ക് വെക്കുകയാണെങ്കിൽ അതിനേക്കാളും ബെസ്റ്റ്. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു കൗണ്ടർ ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിനും ബെസ്റ്റ്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ വെച്ചാൽ ഓഫർ ഉണ്ട്, രണ്ടാമത്തെ കമ്പനി ഓഫർ തരുന്നുണ്ട്. ഈ ഓഫറുകളൊക്കെ നമുക്ക് വീഡിയോന്റെ ഇടയിൽ ഞാൻ പറയുന്നു പറഞ്ഞത് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ടീൻസിന്റെ ഒരു ഇത് വരുന്നതാണ്. ഇത് ഒരു ഷേപ്പ് വെയർ ആണ് കേട്ടോ. ഈ ഷേപ്പ് വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പാന്റീസ് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രൗസർ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ വയറുമ്പിലേക്ക് കേറി നിൽക്കുന്നത് വരുന്നുണ്ട്. ഇതിപ്പോ വയറുമ്പ കയറി നിൽക്കും, അത്ര ഉണ്ടാവില്ല, കുറച്ച് ഇതിനേക്കാളും കുറച്ചുകൂടി കേറി നിൽക്കുന്ന ഐറ്റംസ് അവിടെ വേറെ ഉണ്ട്. അത് വേറെ ഉണ്ട്. ഇത് ടീൻ ബ്രാൻഡിന്റെ ആണ്. ഇത് ബോയിൽ ലെഗ് എന്ന് പറയുന്ന ഐറ്റമാണ്. ഇത് ബോയിൽ ലെഗ്, ഇത് പാന്റീസ്. ഈ ടൈപ്പ് ഇതാകുമ്പോ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ്. അപ്പൊ ഈ ബോയിൽ എഗ് എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ലെങ്ത് കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ മോഡൽസ് ഒക്കെ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം 18+ എന്ന് പറഞ്ഞത് അത് വെറും ഒരു പ്ലസ് പറയണമെന്ന് മാത്രമല്ല, അല്ലാത്തതും ഡീൽ ചെയ്യുന്നുണ്ട്. സ്പോർട്സ് ബ്രായിൽ തന്നെ കുറച്ച് ലെങ്ത് കൂടിയത് അത് ഇവിടെ ചോദിച്ചു വരലുണ്ട്, മൂവിങ് ഉണ്ട്. ഇത് ആക്ച്വലി സ്പോർട്സ് ബ്രാ തന്നെയല്ല, ഇതിൽ നമുക്ക് സാധാരണ പുറത്തേക്ക് വിട്ടു പോകുന്ന ആ ടൈപ്പിലും കൂടി ടാങ്ക് ബ്രാ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ടോപ്പ് അങ്ങനെ. അപ്പൊ ഇനി വി സ്റ്റാറിന്റെ ആണെങ്കിൽ മൊത്തം വി സ്റ്റാറിന്റെ അവിടെയാണ് തിരക്ക് കൂടുതൽ അല്ലേ? നമുക്ക് ഒന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഒന്ന് അങ്ങോട്ട് കിടക്കട്ടെ ഞങ്ങള്. ചേച്ചി ഇവിടുത്തെ എങ്ങനെയാ, ഇവിടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ, എങ്ങനെയാ റേറ്റ് വൈസ് ഓക്കെ ആണോ? നിങ്ങൾ ഏതായാലും ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ടല്ലേ? കണ്ടാലും തന്നെ ഏത് എടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങള് NIT കാലിക്കറ്റ് NITC കട്ടാങ്ങൽ. എന്തായാലും കോഴിക്കോട് തന്നെയല്ലേ? അതെ. നിങ്ങൾ എത്ര ശരിക്കും പറഞ്ഞാൽ ഒരു പർച്ചേസിങ്ങിന് എത്ര ആളാ വന്നിരിക്കണത്? 1 2 3 4 5 ആളാണ് വന്നിരിക്കണത്. അത്രയും ഡിമാൻഡാണ് ഈ ഒരു. അല്ലെ, നല്ലതൊക്കെ കിട്ടൂല്ലേ ഇവിടെ? ബ്രാൻഡഡ് നിങ്ങൾ വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ അതും ഉണ്ട്. ഓക്കെ, ശരി. ഇതേ ഫുൾ. ഇനി നമുക്കൊന്ന് വി സ്റ്റാറിന്റെ അടുത്തേക്ക് പോവാം.
ഈ വി സ്റ്റാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാണുന്നത് മൊത്തം വി സ്റ്റാർ തന്നെയാണ്. റൗണ്ട് സ്റ്റിച്ചുകളാണ്. റൗണ്ട് സ്റ്റിച്ചിന്റെ ഫുൾ ഇത് റൗണ്ട് സ്റ്റിച്ച് ആണോ? ഇത് റൗണ്ട് സ്റ്റിച്ച്. ഇതിന്റെ ഫുൾ എലാസ്റ്റിക് വരുന്നതാണ്. ഇത് പാക്ക് ചെയ്ത് പൊട്ടിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പൊ കാണിക്കാം. ഇത് റൗണ്ട് സ്റ്റിച്ച് ആണ് വരുന്നത്. നോർമൽ ആയിട്ട് വരുന്നത്. ഇതിന്റെ ബനിയൻ ക്ലോത്ത് വരുന്നുണ്ട്. ബനിയൻ ക്ലോത്ത് ആണ് മൊത്തം കാണുന്നത്. വലിയ വലിയ ഡബ്ബ ബനിയൻ വൈറ്റ് കളറിലെ ഡബ്ബ ഇരിക്കുന്നത് മൊത്തം ബനിയൻ സ്റ്റഫിൽ വരുന്നതാണ്. അപ്പൊ തുണിക്കും അടിപൊളി ഐറ്റംസ്. പിന്നെ ബ്രാൻഡഡ് ആണ്. ഞാൻ ക്വാളിറ്റിനെ കുറിച്ച് പറയുന്നില്ല. ഇങ്ങനത്തെ സംഭവം ഇവിടെ കിട്ടുന്നുണ്ട്. ഹോൾസെയിൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിലത്തെ തന്നെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ലീഡിങ് ഒരു കമ്പനിയാണ് ഈ ഹോണസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാം തരം ബ്രാൻഡ്സ് നമുക്ക് ഈ ഹോണസ്റ്റിയിൽ കിട്ടും. അതാണ് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. റൗണ്ട് സ്റ്റിച്ച് ഉണ്ട്. ഫുൾ എലാസ്റ്റിക് വരുന്നതുണ്ട്. ചേച്ചി അതിൽ നിന്ന് ഒരു പീസ് ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റും. ബ്രാ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. എന്നാലും ഇതിൽ തന്നെ കുറെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇതിൽ റൗണ്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് റൗണ്ട് സ്റ്റിച്ച് അതാണ് വരുന്നത്. അവിടെ ആരോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരാന്ന് തോന്നുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ റൗണ്ട് സ്റ്റിച്ച് വരുന്നുണ്ട്. അതുപോലെ ഇത് അതിന്റെ ഫുൾ എലാസ്റ്റിക് വരുന്നത്. ഇത് കളറിലും വരുന്നുണ്ട്, സ്കിൻ വൈറ്റിലും വരുന്നുണ്ട്, ബ്ലാക്കിലും എല്ലാ സൈസിലും വരുന്നുണ്ട്. എല്ലാ കളറിലും എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പൊ ഇത് മൈബ്ര ആയി, വി സ്റ്റാർ ആയി. ചേട്ടന് ഇങ്ങോട്ട് കിടക്കണം. അപ്പൊ നമ്മളെ ഇത് ബനിയൻ ക്ലോത്തില് ചേട്ടൻ ഇങ്ങോട്ട് കിടന്നോളൂ. ചേട്ടന് കസ്റ്റമറിനെ കാണിക്കാൻ വേണ്ടിട്ട്. ഏതാ മൈബ്ര എടുക്കാനാണോ പോണേ? അല്ല, ചേട്ടൻ പൊക്കോ. ബനിയൻ ക്ലോത്തില് ഇത്രയും ഐറ്റംസുകൾ ഓരോ കമ്പനീന്റെ ഉണ്ട്. മൈബ്രയാണ് എടുക്കണ ചേട്ടൻ. അത് മൈബ്ര അല്ല, ഇത് നഗിന പറഞ്ഞിട്ട് അതിന്റെ ബനിയൻ ക്ലോത്തിന്റെ സാധനമാണിത്. ഓ, ഇതാണോ ചേച്ചി ഇപ്പൊ പറഞ്ഞത് ബനിയൻ? അതില് ഫീഡിങ് ബ്രാ ആ ടൈപ്പ്. ഫീഡിങ് ബ്രാ ഒന്ന് കാണിച്ചെന്ന് ചേച്ചി. ഒരെണ്ണം ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചെന്ന്. ചേട്ടൻ ഇതിന്റെ ഇടയിൽ രണ്ടാം പെണ്ണുങ്ങളുടെ ഇടയിൽ പെട്ടു. അത് ഫീഡിംഗ് ബ്രാ ബനിയൻ ക്ലോത്തിൽ വരുന്നത്. ഈ ഫീഡിംഗ് ബ്രാ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇങ്ങനെ ഒരു ഹുക്ക് ഉണ്ടാവും. ഇതൊന്നും ഇങ്ങനെ വലിച്ചാൽ മതി. ഇത് അപ്പൊ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഒരു ഫീഡിംഗ് ബ്രാ ആയി. അടിപൊളി ഫീഡിംഗ് ബ്രാ. അതുപോലെ സൈസ് ഉണ്ട്. ഇതിൽ 40 വരെ സൈസ് ഉണ്ട്. 40 വരെ സൈസ് മുതൽ 40 വരെ ഉണ്ട്. ഇതിൽ തന്നെ 3 ഹൂക്ക് വരുന്ന കോട്ടൺ ബനിയൻ ക്ലോത്തിന്റെ സാധനങ്ങളുണ്ട്. കൂടുതൽ ഫീഡിംഗിൽ വരുന്നത് ഈ കുറച്ച് കുറഞ്ഞ റേറ്റിൽ വരുന്നതാണ് ഇത്. ടീൻസ് വി സ്റ്റാറിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് കുറഞ്ഞ റേറ്റിൽ വരുന്നത്. അപ്പൊ എല്ലാ റേഞ്ചുകാർക്കും ഐറ്റം ഉണ്ടെന്ന്. അതാണ് ഇനി കൂടിയത് മാത്രമല്ല കുറഞ്ഞ ഐറ്റംസും ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ആവശ്യക്കാരും വരുമ്പോ പിന്നെ പാഡഡ് വരുന്നത് പല പാഡഡിൽ വരുന്നുണ്ട്. ഇത് പ്രായമാണോ? ഞാൻ ഒരു ബോക്സ് എടുത്ത് നോക്കാം അല്ലേ? അത് പാഡഡ് വരുന്നതാണ് ഇത്. ഇത് പിന്നെ സെറ്റ് വരുന്നത്. ഇത് രണ്ടിന് കളർ മാറ്റമുണ്ട്. ഇങ്ങോട്ട് ഒന്ന് വരുമ്പളേ രണ്ട് ചേച്ചി പറഞ്ഞ നമുക്ക് വേണ്ടി എടുത്ത്. ഇതില് കളർ മാറ്റമുണ്ട്. ഇതിന്റെ ഇപ്പൊ കളർ നോക്കുകയാണെങ്കിൽ ഈ ബോക്സ് ആണ്. ചേച്ചി ചേട്ടൻ പൊക്കോ. ചേട്ടനെ വിട്ട് മുന്നിലേക്ക് വാ. ചേട്ടൻ പോകേ. ചേട്ടൻ വലിയ സംഭവങ്ങളൊക്കെ പിടിച്ചിട്ടൊക്കെ പോളെ. ഇത് പിന്നെ പാഡഡ് സെറ്റ് ആണ് വരുന്നത്. ബ്രായും പാന്റും കൂടി വരുന്നതാണ്. ഓ, അങ്ങനെ. ഇങ്ങനെ ഇത് നമ്മുടെ ഹണിമൂൺ സെറ്റ് എന്നൊക്കെ പറയില്ലേ? അതില് വരുന്നത് അല്ലേ? ഹണിമൂൺ സെറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് 2 പീസ് കളക്ഷൻ. ഇതിനും കളർ പാഡ് വരുന്ന സൈസും ഉണ്ട്, പാഡ് വരാത്ത കുറഞ്ഞ റേറ്റിലും വരുന്നുണ്ട്. ഇതിപ്പോ പാഡ് വരുന്നത്. ഇതാകുമ്പോ ഈ പാക്ക് വരുന്നത് എന്താ? അത് ചോപ്പ് പാക്ക് ആയിരുന്നു. അത് നോർമൽ പാഡ് ബ്രാ. ലേസ് ഒന്നും ഇല്ല, നോർമൽ ആയിട്ടുള്ളത്. ഇത് 2 പീസ് തന്നെയാ? അല്ലല്ല, ഒരൊറ്റ ബ്രാ മാത്രം. ഇത് ചേച്ചി ഒന്ന് ഓപ്പൺ ചെയ്ത്. ഇത് പാഡഡ് ബ്രാ എന്ന് പറഞ്ഞിട്ട് ഇതില് ഈ കമ്പനിയുടെ കൂടാതെ നഗിന എന്ന് പറഞ്ഞ കമ്പനിയിലൊക്കെ ഇതിന്റെ ചെറിയ സൈസ് കുറഞ്ഞ റേറ്റിൽ വരുന്നുണ്ട്. ചെറിയ സൈസ് അല്ല, കുറഞ്ഞ റേറ്റ് കുറവിൽ വരുന്നുണ്ട്. അപ്പൊ റേറ്റിന്റെ കാര്യം നിങ്ങൾ വിളിച്ച് ചോദിക്കട്ടെ. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും എടുത്ത് ഓർമ്മിക്കാം. കാരണം ഇന്നർ വെയറിന്റെ ഒരു ഷോപ്പ് അത് ഞാൻ ഇവിടെ കോഴിക്കോട് മാത്രമേ കണ്ടിട്ടുള്ളൂ. വൺ ഓഫ് ദി ലീഡിങ് കമ്പനിയാണ് നമ്മുടെ നമുക്ക് ഞാൻ അങ്ങനെ മുന്നിലേക്ക് ഭാഗത്തേക്കൊക്കെ പോയല്ലോ. അവിടെ കസ്റ്റമർ ഒക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെ പോവും? നഗിന എന്ന് പറഞ്ഞാൽ അതിന്റെ കുറഞ്ഞ റേറ്റിൽ വരുന്ന പാഡഡ് ആണ്. ചേച്ചി അങ്ങോട്ട് കാണാൻ കാണിച്ചോ. ചേച്ചിക്ക് പിന്നെ ഇത് മുക്കും മൂലയും കറക്റ്റ് ആയിട്ട് അറിയായ അവിടെ എന്ത് സംഭവം ഉണ്ടെന്നുള്ളത്. ഇതിങ്ങനെ വരുന്നത് പാഡഡ് ബ്രാ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ 6 പീസാണ് വരിക ഒരു ബോക്സിൽ. ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഡിഫറെന്റ് കളറാണ് വരിക. ഇങ്ങനെ വരും. 6 കളർ വരും. അടിപൊളി കാണൂല്ലേ?
6 കളർ വരും. അത് ഫുൾ അങ്ങനെ 200 റേഞ്ച് കുറവായി എടുക്കുമ്പോ ബൾക്കായിട്ട് എടുക്കണം കേട്ടോ. അത് വീണ്ടും വീണ്ടും പറയാണ് എന്നുവെച്ചാൽ റീറ്റെയിൽക്കാർ കുറെ ഇതൊക്കെ കാണുമ്പോഴേ ഒരു ബോക്സ് ആയിട്ട് തരും. ചിലപ്പോ ഒരു പീസിനാവില്ല, ഒരു ബോക്സ് ആയിട്ട് കിട്ടിയാൽ മതി. അങ്ങനെ ആയാലും ഇവിടെ ഇല്ല. പിന്നെ ഈ നെറ്റ് മോഡലുകൾ വരുന്ന ബ്രാകളുണ്ട്, നെറ്റിൽ വരുന്നത്. അതിങ്ങനെ കളേഴ്സിലും വരുന്നുണ്ട്, ഈ വൈറ്റ് ബ്ലാക്ക് അങ്ങനെ അതിലും വരുന്നുണ്ട്. അടിപൊളി. എന്തായാലും ഇങ്ങനെ കുറെ ബനിയൻ ക്ലോത്തിന്റെ കുറെ ഐറ്റംസുകൾ ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ പാഡഡ് ബ്രാ, ഇതൊരു അത്യാവശ്യം നല്ലൊരു പാഡ് ആയിട്ട് വരുന്നത് ഇതല്ലേ, മിസ്ലിവിൽ വരുന്നതാണ്, സെമി പാഡ് ആയിട്ട് വരുന്നത്. അത് നന്നായി പോകുന്ന സാധനം. എല്ലാവർക്കും പാഡ് ഫുള്ളായിട്ട് വേണ്ടി വരില്ല, നോർമലായിട്ട് വേണമെന്ന് പറയുന്നവർക്കുള്ളതാണ്. ചെറുതായിട്ട് വലിയ ഇതുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അല്ലെ. മിസ്ലീവ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. അതിലാണെങ്കിൽ സി കപ്പ് ഡി കപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും വരുന്നത്. അപ്പൊ ഒരു ബ്രാ എന്ന് പറയുമ്പോ വെറും ബ്രാ അല്ല, ബ്രാൻഡ് കപ്പ് സൈസ് വരെ നമുക്കിപ്പോ വരുന്നുണ്ട്. അപ്പൊ ഈ കപ്പ് സൈസിൽ ലാസ്റ്റ് എത്ര സൈസ് വരും സിയും ഡിയും മാത്രം? അല്ല ഇതില് അല്ല, നോർമലി ഇപ്പൊ ഇവിടെ എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ 50 സൈസ് വരെ റൗണ്ട് സ്റ്റിച്ചിൽ വരുന്നുണ്ട്. അപ്പൊ സൈസ് വരുമ്പോ എങ്ങനെയാ? 44 മുതൽ 50 വരെയുള്ള സൈസിനൊക്കെ 5 പീസാ വരാം. അല്ല ഞാൻ ചോദിക്കണ ഈ കപ്പ് സൈസ് ഇപ്പൊ എ ബി സി ഡി ഇല്ല, ഡി വരെയുള്ളൂ. ഡി വരെ കേട്ടാ. അപ്പൊ ഇത് നല്ലൊരു സോഫ്റ്റ് കപ്പ് വരുന്നതാണ്. അത് സെമി പാഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അപ്പുറത്തേക്ക് തിരിയണം അല്ലേ? അപ്പുറത്തേക്ക് തിരിയാം. പിന്നെ ഇതിലേ പോകുന്ന ഷോർട്സും കാര്യങ്ങളുണ്ട്. കാര്യങ്ങളുണ്ട്. നല്ല രസമുണ്ട്. ഫുൾ ഇങ്ങനെ നിറഞ്ഞിരിക്കണേ. ഇത് എപ്പോഴും ഇങ്ങനെ വന്നും പോയി നിൽക്കൂല്ലേ? വന്ന് നിറഞ്ഞതാണ്. അതെ, ഇതൊക്കെ ഷോർട്സുകളാണ്. ഇത് ജോണി എന്ന് പറഞ്ഞ കമ്പനീന്റെ ഷോർട്സ് ആണ് വരിക. അത് പല മോഡൽ, ഇങ്ങനെയാണ് മോഡൽ. മറ്റേ സൈക്കിൾ ഷോർട്സ്. അതിന്റെ കളേഴ്സ് വരുന്നുണ്ട്, വൈറ്റ്, ബ്ലാക്ക്, സ്കിൻ, അങ്ങനെ എല്ലാ കളറും. ഇതിപ്പോ തുണി വരുന്നത് ഏതാ? ബനിയൻ ക്ലോത്താ വരിക. ബനിയൻ ക്ലോത്തിലാ വരുന്നത്. ഇത് കുറച്ച് എഫോർട്ട് ചെയ്യാൻ പറ്റുന്നതാ, നന്നായി പോകുന്ന സാധനമാണ്. സൈക്കിൾ ഷോർട്ട് കേട്ടോ, ബനിയൻ ലൈക്ര ടൈപ്പ്, നല്ല ടൈപ്പ് ലൈക്ര കേട്ടോ. അതില് വരുന്ന അതില് ഇങ്ങനെ വൈറ്റ്, സ്കിന്ന്, ബ്ലാക്ക് കളർ, എല്ലാ മോഡലും എല്ലാതും ഉണ്ട്, എല്ലാ കളേഴ്സ് വരുന്നുണ്ട്. അതിന്റെ പിന്നെ ഇത് ബാക്ക് പാഡ്, റെഡ് റോസിന്റെ ബാക്ക് പാഡ്. ഈ ബോക്സ് അങ്ങനെ ഈ ബോക്സിൽ ചേച്ചി കളർ കാണിക്കുമ്പോ അറിയാൻ വേണ്ടിട്ടില്ല, ബ്ലാക്ക് കാണുമ്പോ അറിയാൻ പറ്റില്ലല്ലോ. ഇതിന്റെ ചന്തി കൂട്ടാൻ വേണ്ടിട്ട്, ചന്തി കൂട്ടാൻ വേണ്ടിട്ടുള്ള സംഭവം. ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണ എന്താ പറയാ, ബ്രാ പാന്റീസ് യൂസ് ചെയ്യണ പോലെയാണ് ഇപ്പൊ പെണ്ണുങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ ബാക്ക് മാത്രമല്ലാതെ ഞങ്ങളതിൽ വേറെ ഉണ്ട്, സൈഡ് സപ്പോർട്ട് വരുന്നതുണ്ട്. ഇതിൽ തന്നെ ഈ ബാക്ക് പാഡിൽ തന്നെ സൈഡ് സപ്പോർട്ട് വരുന്ന സാധനങ്ങൾ. ഇപ്പൊ ഒരു ബോക്സ് വരുമ്പോ ഒരു കളർ മാത്രം 5 പീസ് ഒരു ബോക്സിൽ. അത് ഒരു കളർ അല്ലല്ല, പല കളറായിട്ടല്ല വരാ അല്ല. വിൽക്കുമ്പോഴും മേടിക്കുമ്പോഴും ഉപകാരം. പക്ഷെ പേഴ്സണൽ ആവശ്യത്തിന് ഇല്ല കേട്ടോ. എടുക്കുമ്പോൾ കച്ചവടക്കാർക്ക് മാത്രമുള്ള, പിന്നെ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക്, അതുപോലെ തന്നെ ഒരു കട ഫുൾ നമുക്ക് ഇന്നർ വെയറിന്റെ ഷോപ്പ് മാത്രം നടത്തുന്നവർക്കും അങ്ങനെയും ഹെൽപ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ഹോണസ്റ്റി എന്ന് പറയുന്നത്. കാരണം ഇവർ ഡിസ്ട്രിബ്യൂട്ടർ 15 പേരാണ് ഡിസ്ട്രിബ്യൂട്ടറിന് പറയുന്നത്. പക്ഷെ 15+ ഇവിടെ ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് അറിയണമെന്ന് വെച്ചാൽ വിളിച്ച് ചോദിച്ചാൽ മതി അതിന്റെ ഡീറ്റെയിൽസ്. ഇത് ഇതാ ചന്തി കൂട്ടാനുള്ള സംഭവം കിടക്കട്ടെ അല്ലേ? അതെ, ചന്തി ഫ്രണ്ട് കൂട്ടണം, എന്ത് വേണമെങ്കിൽ കൂട്ടാണ്. ഇതൊരു പ്രഗ്നൻസി പാന്റിയാണ് ഇത് വരാം. ഇത് നമ്മള് വയറിന്റെ മേലേക്ക് ഈ ഓപ്പറേഷൻ സിസേറിയൻ കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇവിടെ സ്റ്റിച്ച് ഇതാവൂലേ, അപ്പൊ അതിനുള്ള ഉപയോഗിക്കുന്ന സാധനം. അവർക്കാവുമ്പോ നോർമൽ ആയിട്ടുള്ള പാന്റീസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിന്റെ അവിടെ തന്നെ ആയിരിക്കും ഈ പാന്റീസ് ഇടുമ്പോൾ കിടക്കുക. അപ്പൊ ഒരച്ചില് വരും, പഴുപ്പ് കൂടും ആ സ്റ്റിച്ചിന്റെ അവിടെ. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാന്റീസ് ബ്രാ. അപ്പൊ കുറച്ചുകൂടി കയറിയും കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കൂട്ടോ. ഇത് സർജറിക്ക് മുന്നും സർജറി കഴിഞ്ഞിട്ടും പ്രഗ്നൻസി ടൈമിലും അപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം വലിപ്പം നോക്കിയേ, ഇതാ ഇത് വലിച്ച ഇനിയും വലിയും അല്ലേ? അതെ, അല്ല പിന്നെ വലിച്ചില്ലെങ്കിൽ നമ്മൾ വലിക്കും. പിന്നെ ഇതൊക്കെ ഓരോ കമ്പനീന്റെ പ്രൈസ് എന്താ പറയാ, പാഡഡും അല്ലാത്ത ഓരോ കമ്പനിയുടെ നിങ്ങൾ ബോക്സുകൾ കുറെ കുമ്പാരായിട്ട് കിടക്കണത് അതൊക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ബ്രാൻഡ് കേസ് പറയുമ്പോൾ തന്നെ ബ്രാൻഡ് തന്നെ ഇപ്പൊ സൈഡ് സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട്, പിന്നെ ഹുക്കുകളതെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ സൈസുകളും കപ്പ് സൈസുകളൊക്കെ അതൊക്കെയാണ് ഇവിടെ നിന്ന് അറിവുള്ളത്. പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിലേ, ഇപ്പുറത്ത് എന്താ സംഭവം നോക്കാം നമുക്ക്. ഒരു മിനിറ്റ് ചേച്ചീനെ, ഞാനാണ് ഈ ഞാൻ എന്ന് പറയണത് ആരാണ്? പേരൊന്ന് പറയൂ. പേര് സോണിയ ചേച്ചിയുടെ എന്താ ഇവിടെ കട വലുതുണ്ടോ? എങ്ങനെ സംഭവം പർച്ചേസിങ്? ചേച്ചിക്ക് പറയാന്നാവണം, നമുക്ക് ഇവരോട് ചോദിക്കാം. അതെ, വേണ്ട കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇത് വെച്ചോട്ടോ. നമുക്ക്
ഇതിപ്പോ നേരത്തെ കണ്ടുമ്പോൾ ബാക്ക് സൈഡ് മാത്രമേ ഉണ്ടായുള്ളൂ സപ്പോർട്ട്. ഇതിന് ഈ സൈഡും സപ്പോർട്ട് വരും, ബാക്കും സപ്പോർട്ട്. ഇത് എടുത്ത് ഒഴിവാക്കി കഴുകുമ്പോൾ അത് ഊരി വെക്കാനും പറ്റുന്ന സൈസിലുള്ളതാണ് പാഡുകൾ. ഇതിങ്ങനെ ഊരി കഴിഞ്ഞാൽ കഴുകാനും പറ്റും. അതുപോലെ അപ്പൊ ഊരിയിട്ടുള്ളത് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇത് ഒരെണ്ണം ഊരിയിട്ടുള്ളത് ഒരെണ്ണം ഊരാത്തത്. അപ്പൊ സൈഡ് സപ്പോർട്ട് ഉണ്ട്, ബാക്ക് സപ്പോർട്ടും വരുന്നുണ്ട്. നോർമലായിട്ട് പാന്റീസ് പോലെ യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ്. അതിന്റെ കുറെ ഐറ്റംസുകളാണിത്. ചേട്ടാ കുറഞ്ഞ കസ്റ്റമർ ആളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതെടുക്ക്. ഇത് അതിന്റെ ഇങ്ങനെ പാന്റീസ് വരുന്ന ടൈപ്പ് ഉണ്ട്. ഇതിപ്പോ ബോയിലൊക്കെയാണ് ഇപ്പൊ നമ്മൾ കാണിച്ചത്. സൈഡ് സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടിന്റെ അതിന്റെ തന്നെ നമുക്ക് പാന്റീസും വരുന്നുണ്ട്. വെറും ഇത് മാത്രം പാന്റീസ് ആയിട്ട് വരുന്നുണ്ട്. വെറും പാന്റീസ് ഇതായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്. എങ്ങനെ വേണമെങ്കിലും ഉള്ള രീതിയിലുണ്ട് കേട്ടോ. ഇതാ ഇത് ബാക്ക് സപ്പോർട്ട്, ബാക്ക് മാത്രം വരുന്നത് അല്ലേ. അപ്പൊ ഇതിലും ഈ സീംലെസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സീംലെസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കളർ മാത്രം അല്ല, ഇതില് 3 പീസായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 3 വേണം 6 വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഇത് ബ്ലാക്കും വൈറ്റും അല്ല, വൈറ്റ് ഇല്ല, ബ്ലാക്കും കളറും ആണ്. കറുപ്പ് ബ്ലാക്കും സ്കിന്നും അല്ലേ. അപ്പൊ ആണുങ്ങളോട് പ്രത്യേകം പറയാ, ബസ്സിലൊക്കെ കയറുമ്പോ പിടിക്കുമ്പോ ശരിക്കും ചന്തിരിയാണ് പിടിക്കണമെന്ന് നോക്കണം. അല്ലേ, വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ അതിനൊന്നും പോകണ്ട, അതൊന്നും പ്രോത്സാഹനമായിട്ട് എടുക്കരുത്. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞെന്ന് മാത്രം. ഇതിവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇതില് ബ്ലോസത്തിലുണ്ട് ഒരു സാരി ബ്ര പറഞ്ഞിട്ട് ഒരു മോഡൽ വരുന്നതാണ്. ഇത് സാരി ബ്ര ബ്ലോസത്തിന്റെ. അത് മിസ് ലീവിലും വരുന്നുണ്ട്. ഇത് കളേഴ്സ് ആണ് വെച്ചത്. ഇതിന്റെ കളേഴ്സ് ഉണ്ട്, സ്കിന്ന് വരുന്നുണ്ട്. വൈഷ്ണവി സുഖാണോ? പിന്നെ അവിടെ ഇതൊരു സാരി ബ്ര. സാരി ബ്ര എന്ന് പറയുമ്പോ അത്യാവശ്യം നന്നായിട്ട് കുത്തി നിൽക്കണം അല്ലേ, സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, നന്നായി കുത്തി നിൽക്കണം, സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. മറ്റേ സ്പോർട്സ് ബ്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടീഷർട്ടിൽ യൂസ് ചെയ്യണം. ഓരോരോ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ പുറത്ത് ഭംഗി വരുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള സംഭവം കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ പോയല്ല അല്ല, സൈഡിൽ ബൾജ് ചെയ്ത് നിന്ന്, ബാക്കിൽ ബൾജ് ചെയ്ത് നിന്ന്, അങ്ങനത്തെ സംഭവമൊക്കെ വരുമ്പോൾ. അപ്പൊ ഇതൊക്കെ കളേഴ്സിൽ വരുന്നത് ഇവിടെ വെക്കേണ്ടിട്ട് അടുത്തത് ഇത് ക്രോസ് കട്ടിങ് വരുന്നതാണ്. ഈ മോളിലത്തൊക്കെ എടുക്കുമ്പോ ചേച്ചി എന്ത് ചെയ്യും? സ്റ്റൂൾമ കയറി ഇത് ഇങ്ങനെ ക്രോസ് കട്ടിങ് വരുന്നതാണ്. അതായത് 4 ഹൂക്ക് വരും. ഇവിടെ ബാക്കിലേക്ക് നല്ല വീതി വരും, സപ്പോർട്ടാണ്. 4 ഹൂക്കാണ് ഇവിടെ വരിക. 4 ഹൂക്ക് വരുന്നുണ്ട്. അത് ക്രോസ് ആയിട്ട് വരികയാണ് ചെയ്യുക. സ്ട്രാപ്പ് ആണെങ്കിലും ഈ ബ്രസ്റ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല വീതിയുള്ള സ്ട്രാപ്പ് വരുമ്പോ ഇതില് വീതിയിലും കൂടി നോക്കണം അല്ലേ, കറക്റ്റ് ആയിട്ട്. അതാകുമ്പോ നമുക്ക് ഈ ബ്രസ്റ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാവും. മറ്റേതാകുമ്പോ ഇങ്ങനെ താങ്ങി നിൽക്കും. ഇതാകുമ്പോ താങ്ങി നിൽക്കും. അതാണ് അങ്ങനത്തെ. ഇനി താങ്ങി നിൽക്കണത് വേണ്ട, നോർമലായിട്ട് നിങ്ങൾക്ക് ഷോ പർപ്പസിന് വേണം. അതുണ്ട്. നിങ്ങൾക്ക് ഏത് ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ മതി. ആ സാധനമൊക്കെ ഉണ്ട്. ഒരു കട എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം വെക്കണം. അതാണ് മെയിൻ പ്രത്യേകത. പിന്നെ പാന്റീസിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ഇത് ഡബ്ബയിൽ വരുന്ന പാന്റീസ് ആണ്. ഓരോ ബോക്സ് ഇതിലെന്താ മാറ്റപ്പോ? ഇത് ഇങ്ങനെ 3 എണ്ണായിട്ട് വരുമ്പോ ഡബ്ബയിൽ വരുന്നത് ഇങ്ങനെ. ഇതൊക്കെ നമ്മള് വലിയ ലൈറ്റും വലിയ കട ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കാശത്തിന് കിട്ടും. ആ ഡബ്ബയിൽ വരുന്നത് ഇന്നർ ലാസ്റ്റിക്കും വരുന്നുണ്ട്, ഔട്ടർ ലാസ്റ്റിക്കും. ഇത് തുറക്കാല്ലേ? പാക്കിങ്ങിന് പൊട്ടിച്ചാൽ ശരിയാവോന്ന് എനിക്കറിയില്ല. ചേച്ചി തന്നെ ഐശ്വര്യായിട്ട് ഒരെണ്ണം എടുത്തോ. എന്തോ വലിയ സംഭവം കൊടുക്കണം കാണിക്കണേ. ഇത് ഇന്നർ ലാസ്റ്റിക്, ഇത് ഔട്ടർ ലാസ്റ്റിക് ആണ്. ഇതിന്റെ ഇന്നർ ലാസ്റ്റിക്കും വരുന്നുണ്ട്. അത് ടീൻസിലാണ് വരുന്നത്. ഓക്കെ, ഈ ഇന്നർ ഔട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. ഇത് കാണുന്നത് കേട്ടോ, ഇത് ഔട്ടർ ലാസ്റ്റിക്. ഈ എലാസ്റ്റിക് പുറത്ത് കാണുന്നതാണ് ഈ ഔട്ടർ എലാസ്റ്റിക് പറയുന്നത്. അല്ലാത്തത് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നതാണ് ഇന്നർ ലാസ്റ്റിക്. അതെ, ഇത് രണ്ടും മാറ്റേണ്ട. അത് ഓരോരുത്തരും ഇങ്ങനെ കടയിൽ ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഈ പറയുന്നത്. ഇനി വീണ്ടും അത് പെട്ടിയിൽ കയറ്റിട്ടോ അല്ലേ. പിന്നെ ഉള്ളിൽ തന്നെ വെച്ചോ. പിന്നെ നല്ല പോലെ പിന്നെ വെക്കാം. നല്ല പോലെ പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. ഇതൊക്കെ വരുന്നത് ഷിമ്മികളാണ്. ഷിമ്മിന്റെ ഐറ്റംസ് ആണ്. ഇവിടുന്ന് ആ ഐറ്റം വരെ നമ്മൾ നോക്കാം. ഷിമ്മിയാണ് ഇതൊക്കെ വരുന്നത്. ഈ കാണുന്നത് അല്ലേ? ഒരെണ്ണെടുത്ത് കാണിക്കാം നമുക്ക്. അതിന്റെ തന്നെ കളറ് വരുന്നുണ്ട്. ഷിമ്മി എന്ന് പറയുന്നത് സ്പെഗറ്റി എന്ന് പറയുന്നത് ഷിമ്മിയിൽ തന്നെ നമുക്ക് ഇത് ഊരി കഴിഞ്ഞ ചേച്ചിക്ക് പാക്ക് കറക്റ്റ് മടക്കാൻ കളേഴ്സ് വരുന്നതാണ് ഇങ്ങനെ വരുന്നത്. അതെ, ഇത് കളേഴ്സുകൾ. പിന്നെ ഇത് സ്കിന്ന് വരും, വൈറ്റ് വരും. ആ കളേഴ്സ് ഒന്ന് കാണിച്ചു കൊടുത്ത കളേഴ്സ്. ഷിമ്മി എന്ന് പറയുന്ന സാധനം ഇതാ ഇങ്ങനെ കളേഴ്സ് വരും. ഇതിങ്ങനെ കളേഴ്സിൽ ഇതാന്ന് വെച്ചാൽ ഒരു കളറിൽ വേണമെങ്കിൽ ഒരു കളറിൽ. പിന്നെ ഇതിൽ സ്ട്രൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് വീതിയുള്ള സ്ട്രാപ്പ് വരുന്നതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യണതും ചെയ്യാത്തതും ഇല്ലേ? അല്ല, ചെയ്യാത്തത് വേറെ വരുന്നില്ലേ? ഇങ്ങനെ വീതിയുള്ള സ്ട്രാപ്പിലാണ്. അത് വീതി. ഓക്കെ, ഇങ്ങനെ സ്ട്രാപ്പിലാണ് വരുന്നത്.
ഇത് വീതിയുള്ള ഇതിലാച്ചാൽ വൈറ്റ് സ്കിന്നും ബ്ലാക്കും കളറും എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇതാകുമ്പോ വീതി കൂടിയത് ഇത്ര വീതിയിൽ വരുന്നുണ്ട്. ഈ സംഭവം വീതി, അപ്പൊ ഇത് വീതി കുറവുള്ളത് എന്ത് ചോദിച്ചാലും ഉണ്ട് അല്ലേ? പിന്നെ ഇതിപ്പോ ഈ കമ്പനി മാത്രമല്ല, അപ്പുറത്ത് പൂമറിന്റെ അതിലുണ്ട്, ഷിമ്മി ബനിയൻ ക്ലോത്തിന്റെ ബ്രാ എല്ലാ ഐറ്റംസും അവിടെയുണ്ട്. അപ്പുറത്തെ സൈഡ് ആരും എനിക്ക് കാണിച്ചു തരാം. ചേച്ചി തന്നെ വരില്ലേ? കുട്ടികളെ പാന്റീസ് ആണ് ആ സംഭവം. ഇതിലെ തന്നെ പോരും, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം, നടന്നിങ്ങനെ പോവാം. ഇതിലെ പോകാൻ പറ്റിയിരിക്കില്ലേ? ഇതൊക്കെ പാന്റീസ് ആണ് കേട്ടോ, പ്രിന്റ് വരുന്ന പാന്റീസ് ആണ്. നമ്മള് പ്ലെയിൻ ആണ് ഇത്ര നേരം കാണിച്ചത് അല്ലേ? കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ. വീണ്ടും ഓർമ്മിപ്പിക്കാണ്, ഇനി സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ കേട്ടാ. റീറ്റെയിൽ ഇല്ല, റീറ്റെയിലിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഓൺലി ഹോൾസെയിൽ. ഈ പാക്കിംഗ് അടിപൊളിയാട്ടോ, പാക്കിംഗ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രിന്റിലാണ് ഇത് വരുന്നത്. ഞാൻ ഇങ്ങനെ കാണിച്ചു തരുതാ, അത് പല പ്രിന്റ്സ് ആയിരിക്കും. ഇപ്പൊ 3 ആണെങ്കിൽ 3 ഡിഫറെന്റ് പ്രിന്റിലാണ് ഇത് വരുന്നത്. ഇത് ഈ കമ്പനീന്റെ കൂടാതെ വി സ്റ്റാറിൽ വരുന്നുണ്ട് അങ്ങനെ പ്രിന്റ് വരുന്നത്. ഇതന്നെ സെയിം ഇതല്ലേ വി സ്റ്റാറിന്റെ ഇത് ഉദ്ദേശിക്കുന്നത്? ചേച്ചിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ലേ ചേച്ചി? ഇത് പൊട്ടിച്ച് ഇതിങ്ങനെ പ്രിന്റ് വരുന്നത്, ഇതിങ്ങനെ പ്രിന്റ് വരുന്നത്. അതിന്റെ പ്ലെയിനും വരും, പ്രിന്റും ആണ്. അങ്ങനെ വി സ്റ്റാറിലും വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഔട്ടർ ലാസ്റ്റിക്കിൽ വരുന്നുണ്ട് ഇങ്ങനെ. ഇതൊക്കെ ഒരു വെഡിങ്. ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ്, ഇത് ഔട്ടർ എലാസ്റ്റിക് കേട്ടോ. അപ്പൊ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഔട്ടർ എലാസ്റ്റിക് ആയിരിക്കും ഇന്നർ എലാസ്റ്റിക് ആണ് കൂടുതലായിട്ട് പോവാ, കൂടുതലും നല്ലതായിട്ട് ഇന്നറാണ് പോണത്. അത് കുറച്ചുകൂടി ഡബിൾ സ്റ്റിച്ച് ആയിട്ട് വരും. ഇതാവുമ്പോ പുറത്ത് മാത്രം. ചില ആളുകൾക്ക് എന്താ വെച്ചാല് ഇത് സാധനം ഭംഗിയാണ്, ഇങ്ങനെ പറഞ്ഞു പോരൊന്നുമില്ല. പക്ഷെ ചില ആളുകൾക്ക് അലർജി പ്രശ്നം ഉണ്ടാവും. എലാസ്റ്റിക് ഡയറക്റ്റ് സ്കിന്നുമ്മ തൊടുമ്പോ അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റില്ല. അല്ലാത്തവർക്ക് ആകുമ്പോ മറ്റേതാകുമ്പോ ഓരോ സ്കിന്നിന് വേണ്ടിട്ട്, അല്ലാണ്ട് പ്രോഡക്റ്റിന് മോശമായിട്ട് പറയണതല്ല. നമ്മുടെ സ്കിന്ന് ചില സ്കിന്നിനൊക്കെ അലർജി വരും. നമുക്ക് ഡയറക്റ്റ് ആ ഒരു എലാസ്റ്റിക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് തീരെ പറ്റില്ല, തടിപ്പ് വരും. അപ്പൊ അതോ അങ്ങനെയുള്ളവരൊക്കെയാണ് മറ്റേത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സാധനം ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഈ വരുന്നതും പോണതും ഒന്നും അറിയണില്ല അല്ലെ? ഇത് പിന്നെ കുട്ടികളെ പാന്റീസ് വരുന്നത് ന്യൂഡേ ബ്രാൻഡിന്റെ പാന്റി വരുന്നുണ്ട്, ഡ്രോയർ ടൈപ്പും വരും, ട്രൗസർ ടൈപ്പും വരുന്നുണ്ട്. പെൺകുട്ടികൾക്കും ഉണ്ട് ആൺകുട്ടികൾക്കും രണ്ടും ഉണ്ട്. പെൺകുട്ടികൾക്ക് വരുമ്പോ പ്രിന്റ് വരുന്നതുണ്ട്, പ്ലെയിന് വരുന്നതുണ്ട്. നമ്മളെ പൊട്ടി അത് ഇങ്ങനെ 2 പീസിന് ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് പ്രിന്റഡിൽ വരുമ്പോ. ഇത് ഡ്രോയർ ടൈപ്പ് ആണ് വരുന്നത്. ഇതാകുമ്പോ എത്ര വയസ്സ് വരേക്ക് നമുക്ക്? ഇത് സൈസ് 50 മുതൽ 75 വരെ. 75 വരെ. പിന്നെ 75 കഴിഞ്ഞാൽ മേലോട്ടേക്ക് വലിയയിലേക്കാ പോകും. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഡ്രോയർ ടൈപ്പ്. ഇത് പ്ലെയിനും ഉണ്ടാവും, പ്രിന്റും ഉണ്ടാവും. അങ്ങനെ. ഓക്കെ. ചേച്ചി അത് അതൊക്കെ ഞാൻ വെച്ചോളാം. എനിക്ക് കാണിക്കാനും വെക്കാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അത് വേഗം ചെയ്ത് ശീലായി, അത്രയും എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ അത് മാച്ചോന്റെ ജെൻസിന്റെ ബനിയനുകൾ വരുന്നതാണ്. ഇത് RNS കൈയുള്ള ബനിയന്, കൈയില്ലാത്ത ബനിയന്, ഇത് വീതിയുള്ള ബനിയൻ അങ്ങനെ ഉണ്ടാവും. ഇത് CP എന്ന് പറഞ്ഞാൽ അത് RMBS എന്ന് പറഞ്ഞാൽ അത് വീതിയുള്ള, പക്ഷെ ഇത്ര വീതി കൂടിയത്. മറ്റേതാകുമ്പോ സാധാരണ വീതി കുറഞ്ഞത്. ഓക്കെ. പിന്നെ വി സ്റ്റാറിന്റെ ജെൻസിന്റെ ഇപ്പുറത്തേക്ക് നിന്നോ, ഞങ്ങൾ ഇപ്പുറത്തേക്ക് നിക്കാം. അപ്പൊ കറക്റ്റ് ആയി ഇങ്ങോട്ട് പോന്ന ചേച്ചി. വി സ്റ്റാറിന്റെ ജെൻസിന്റെ പാന്റീസുകള് ബ്രീഫ് പെണ്ണുങ്ങൾ വരുമ്പോ പാന്റീസ് അതാണ്. അതിന്റെ മാച്ചോന്റെ ട്രങ്ക് ആണിത്. പിന്നെ ഇത് വരുന്നത് വി സ്റ്റാറിന്റെ ട്രങ്ക്. അങ്ങനെ എല്ലാ കമ്പനീന്റെ ഒരുവിധ എല്ലാ കമ്പനിയുടെ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾ പറയണ ഐറ്റം എന്താ ചേച്ചി ഇങ്ങോട്ട് എടുത്തരും? ഇത്ര നേരം ചേച്ചിയായിട്ട് നമ്മൾ സംസാരിച്ചു. ചേച്ചിയുടെ പേര് ചോദിച്ചില്ല. ഗീത ചേച്ചി നമ്മുടെ ആൾക്കാരൊക്കെ വരും, ഓഫറൊക്കെ കൊടുക്കണം. ഈ ഓഫർ എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും. അതും അടിപൊളി ഓഫറാണ്. പിന്നെ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് പറയേ വേണ്ട, ഗംഭീര ഓഫറാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ VIP-ന്റെ ഫ്രഞ്ച് എന്ന് പറഞ്ഞ സാധനം ഇന്നർ ഇലാസ്റ്റിക്കിലാണ് വരാം. അത് ഈ പാന്റീസുകളൊക്കെ VIP-ന്റെ ആണ്. ഇത് വി സ്റ്റാറിന്റെ എല്ലാ ഐറ്റംസ് ഉണ്ട്, RNS അങ്ങനത്തെ സാധനങ്ങളും എല്ലാ കമ്പനീന്റെയും എല്ലാ ഒരുവിധ സാധനങ്ങൾ മൂവിങ് ആവുന്ന എല്ലാ ഐറ്റംസും ഞങ്ങളിൽ വെക്കുന്നുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് ഒന്ന് പോവാം. ഇത് പിന്നെ ഹിന്ദി എന്ന് പറഞ്ഞ ഇതിന്റെ തന്നെയാണ്, മാച്ചോന്റെ തന്നെയാണ് ഹിന്ദി എന്ന് പറയുന്ന സാധനം. വേറെ രണ്ടായി തിരിഞ്ഞുള്ള ഒരു ആളുടെ തന്നെ രണ്ട് ഇതാണ് അതിന്റെ ഹിന്ദും അതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മാച്ചോ ഹിന്ദി രണ്ടും ഒരാളുടെ തന്നെയാണ്. പിന്നെ ഞങ്ങളൊരു ഓട്ടോ ഉണ്ട്. ഓട്ടോ ആണ് ഇത്. ഓട്ടോന്റെ കുറെ ഐറ്റംസ് ആണ് ഇതൊക്കെ. ജെൻസിന്റെ ബനിയന്, ബ്രീഫ് അത്യാവശ്യം ഒരുവിധം എല്ലാം ബ്രാൻഡഡ് ഐറ്റം ഇവിടെ ഉണ്ട്. ഓട്ടോരെ ഇതൊക്കെ ബോക്സ് ഫുൾ അത് തന്നെയാണ് കേട്ടോ. അതാ ഈ കാണുന്ന ബോക്സ് ഫുൾ അതിന്റെ ബ്രീഫ് ട്രങ്ക് അങ്ങനെ എല്ലാ ഐറ്റം ഇതിലെല്ലാതും വരുന്നുണ്ട്. കളേഴ്സ് വരുന്നുണ്ട്. ഓഫ് ആളുടെ പിന്നെ ഇതിന്റെ ജോക്കിന്റെ പാന്റീസ് ആണ്. ഈ ഇങ്ങനത്തെ ബോക്സും അങ്ങനത്തെ ബോക്സും നമ്മൾ എന്താ വ്യത്യാസം? ഇതില് 20 പീസ് 30 പീസ് ഉണ്ടാവുക, കൂടുതലാണ് ഉണ്ടാവുക. റേറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത്
ഇത് ഇങ്ങനെ കാണിച്ചു തരാം. ഇതാ ജോക്കിന്റെ ഇങ്ങനെ. അപ്പൊ റേറ്റിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല? ഇതിൽ കൂടുതൽ വലിയ റേറ്റ് ഒന്നും വ്യത്യാസമില്ല. ഇതിൽ കൂടുതലുണ്ടാവും, മറ്റേതിലാവുമ്പോ കുറവുണ്ടാവും. ഇതില് ഇന്നറും ഔട്ടറും എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അതുപോലെ വരുന്നുണ്ട് ഇതിലും വാനുസെല്ല് വരുന്നുണ്ട്. ഈ കാണുന്നത് കേട്ടോ, ഇവിടെ ഇരിക്കുന്നത് ഈ കാണുന്ന ബോക്സുകളോ ഈ പറയണത് ചേച്ചി വെച്ചോടെ. അപ്പൊ ജോക്കിയുടെ ഈ ഐറ്റംസ്. പിന്നെ ഇതില് വരുന്ന സ്പോർട്സ് ബ്രാ അങ്ങനത്തെ ഇതാണ് ഞാൻ പറഞ്ഞ ടീൻസിൽ വരുന്ന പാന്റീസുകൾ വരുന്നത്. ടീൻസിന്റെ പാന്റീസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് അയ്യോ അത് വേസ്റ്റ്. ടീൻസിന്റെ ഇത് മൊഡാൽ ടൈപ്പും വരുന്നത്. മൊഡാൽ ടൈപ്പാണ്. ഈ മൊഡാൽ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലൈക്ര മെറ്റീരിയൽ ഇല്ലേ, അല്ലാത്തത് വരുന്നത് ഇതിന്റെ ഔട്ടർ. വൈഷ്ണവി നല്ല റെസ്റ്റ് അല്ലേ കിട്ടിയതാണ്. പക്ഷെ ഇത് നല്ല എലാസ്റ്റിക് അല്ലേ? എലാസ്റ്റിക് ആണ്. എലാസ്റ്റിക് ഇത് ഇന്നർ എലാസ്റ്റിക് തന്നെയാണ്, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എലാസ്റ്റിക്. ഇതിന് വരെ ഇങ്ങനെയൊക്കെ വെച്ച് തുടങ്ങിയില്ലേ? ഇത് പിന്നെ ഇത് കണ്ടോ, പിന്നെ പ്രിന്റ് വരുന്നതും പ്ലെയിൻ വരുന്നതും ഉണ്ട് ഇതില്. ഇങ്ങനെ രണ്ട് മോഡലായിട്ട് തന്നെ പ്രിന്റിലുണ്ട് പ്ലെയിനിലുണ്ട്. ഏതെടുത്താലും ഉള്ളിൽ ഇട്ടാ മതി അല്ലേ ചേച്ചി? അത്രേ. സ്ലീവിൽ ഇത് പാന്റീസ് അതുപോലെ ഉണ്ട് കേട്ടോ. സ്ലീവിന്റെ പാന്റി ഉണ്ട്. ഇത് ഇന്നർ ഇലാസ്റ്റിക് വരുന്നതുണ്ട്. ഇന്നർ ഇലാസ്റ്റിക് വരുന്നുണ്ട്. ഇത് ഇന്നർ ഇലാസ്റ്റിക്കിന്റെ അല്ലേ? ഓക്കെ. അത് മിസ്ലീവ് ഈ ബ്രാൻഡ് ഒന്ന് വെക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. നല്ല മൂവിങ് ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് പോകുന്ന ഒരു ബ്രാൻഡും കൂടിയാണ്. ഔട്ടർ ഇലാസ്റ്റിക് ആണ് ഇതിന്റെ ഔട്ടർ ഇലാസ്റ്റിക്. ഈ മിസ്ലീവിന്റെ ഇങ്ങനെയായിരിക്കില്ല ലോഗോ വരുന്നത്. ഇതാണ് ലോഗോ. രണ്ട് ഈ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടു, ഒരു ശരിക്കും ഇട്ടു, ഒരു ഉൾട്ടിട്ടു. അതാണ്. ചേച്ചി അപ്പുറത്തെ സൈഡ് പോയാലോ? ഇനി അപ്പുറത്ത് എന്തായിട്ട് ഇരിക്കണേ? ഇത് മാത്രല്ല കേട്ടോ, ഇവർക്ക് ഒരുപാട് ഇങ്ങനെ പല വൈഷ്ണവി അവിടെ ഇരുന്നു. ഞാൻ ചേച്ചിനെ കൊണ്ട് പോവാണ്, ഞാൻ അടുത്ത സ്ഥലത്തേക്ക്. ചേച്ചി ഇത് പിന്നെ ഇതിന്റെ ജോക്കിന്റെ ബ്രാ, സ്പോർട്സ് ബ്രാ അങ്ങനെ ഐറ്റംസ്. സ്പോർട്സ് ബ്രാ ഒരെണ്ണം പോലും എനിക്ക് എടുത്ത് കാണിച്ചില്ല. ഒരെണ്ണെങ്കിലും ഒന്ന് കാണിച്ചാലേ. സ്പോർട്സ് ബ്രാ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഇത് ജോക്കിന്റെയാണ്. ഇത് സ്പോർട്സ് ബ്രാ. സ്പോർട്സ് ബ്രാ അതുപോലെ ഹുക്കുള്ളതും ഉണ്ട്. ഇതിപ്പോ ബനിയന്റെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇടണതാണ്. ഹുക്കുള്ളത് വരുന്നുണ്ട്, ചെറിയ ഒരു ഹുക്ക് വരുന്നത്. അങ്ങനെ ആയിട്ട് വരില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവും. അധികം കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതല്ല. ഇതും സ്പോർട്സ് ബ്രാ. ഇത് ഏതാ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ? മിസ്ലീവിന്റെ. ഇത് ഒരു സപ്പോർട്ട് വരുന്നതാണ് ഇവിടെ. ഇനി ഒരു കാര്യം കൂടി, ഇപ്പൊ ഇത്ര കാണിച്ചത് മൊത്തം നമ്മൾ ഈ കിഡ്സിനും ജെന്റ്സിനും ലേഡീസിനും ഉള്ളതാണല്ലോ. അതല്ലാണ്ട് ഇപ്പൊ ഈ പുതിയതായിട്ട് ബ്രാ ഇടാൻ തുടങ്ങണവർക്ക് അങ്ങനെയുള്ളവരാണ് ഈ സ്പോർട്സ് ബ്രാ ഉപയോഗിക്കുന്നത്. ഒരു ടിപ്പായിട്ട് ഞാൻ ചോദിച്ചറിയാണ് കേട്ടോ. ഈ പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കണ്ടാവില്ലേ ഏതൊക്കെ ഇടുന്നത്? അതിന് വേണ്ടി ഒരു ടിപ്പാണ്. കച്ചവടമായിട്ട് ബന്ധമില്ല അത്. അപ്പൊ അവർക്ക് സാധാരണ ഇങ്ങനത്തെ സ്പോർട്സ് ബ്രാ ആണ്. അഡ്ജസ്റ്റബിൾ ആണ്. നേരത്തെ ഞാൻ കാണിച്ചല്ലേ, പാഡ് ഊരാൻ പറ്റും, അങ്ങനത്തെ വരുന്നുണ്ട്. അപ്പൊ ഐറ്റംസ് ഉണ്ടെന്ന്. പിന്നെ കച്ചവടക്കാർക്ക് ഞാനിവിടെ വേറൊരു സീംലെസിന്റെ ഒരു സംഭവം കണ്ടല്ലോ, ചെറിയൊരു പെട്ടിയില്. ഇവിടെ എവിടെ ഇരിക്കണുണ്ട്. അതെ അതെ അതെ. ഞാനിവിടെ ചെറിയൊരു പെട്ടി കണ്ടു. ഞാൻ എന്നിട്ട് ഇത് കണ്ടപ്പോ അപ്പൊ തന്നെ ആലോചിച്ചത് എന്താണെന്നറിയോ, ട്രാവലിംഗ് പർപ്പസിനൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സീംലെസ് പാന്റീസ് ആയാലും ബ്രാ ആയാലും മേടിക്കുകയാണെങ്കിൽ നല്ല സൗകര്യമായിരിക്കുന്നത്. കാരണം ലഗേജ് കുറയുമല്ലോ. റേറ്റ് കുറച്ചുണ്ടെങ്കിലും ലഗേജ് കുറയും. നമുക്ക് അതൊക്കെ കൂടി നോക്കണല്ലോ. ഇത്തിരി പൈസ ഒരു തവണ മുടക്കി കഴിഞ്ഞാൽ കാലകാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ്. ഇതൊരു സീംലെസ് പാന്റീസ് വരുന്നത്. സീംലെസ് പാന്റീസ് ബ്രാലും വരുന്നുണ്ട് അല്ലേ ചേച്ചി? ഇത് പാഡഡ് ആയിട്ട് സീംലെസ്സിൽ വരുന്ന ഒരു സംഭവം കേട്ടോ. ഇത് അപ്പൊ ഇതിനും കളേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ട്രാവലിംഗ് ചെയ്യണവർക്ക് തന്നെയല്ല, കച്ചവടക്കാരാകുമ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാ ഐറ്റം മേടിച്ച് കടയിൽ വെച്ചിരിക്കണം. ഒരു ബിസിനസ് ടിപ്പ് നമുക്ക് എന്തായാലും നമ്മുടെ സാറ് വരുമ്പോൾ ചോദിക്കാം. സാറ് ഇങ്ങോട്ട് മുങ്ങിണ്ട് ഇപ്പൊ കസ്റ്റമറെ തിരക്കും. അപ്പൊ നമുക്കൊന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയാലോ? എന്താണ് നോക്കാം നമുക്ക്. ഇപ്പുറത്തെ സൈഡ് എന്താ വരുന്നത്? ഇതിവിടെ ആദ്യം ജെൻസിന്റെ ആണ്. ഇവിടുന്ന് ഒറ്റ ബ്രാൻഡാണ് വരാ. അതില് ഇതിന്റെ പ്രിൻസസ് എന്ന് പറഞ്ഞ ഒരു കട്ടിങ് വരുന്ന ബനിയൻ ക്ലോത്തിന്റെ ബ്രായാണിത്. അതിന്റെ സ്പോർട്സ് ബ്രായാണ്. ബോക്സ് മാത്രമേ ഉള്ളൂ കാണിക്കാം. ഇത് ഒരെണ്ണം എടുത്ത് കാണിച്ചാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടാനാ. ഞാനിവിടെ ഇരിപ്പായി, കാരണം അവിടേക്ക് പോകാൻ സാധ്യത. അതെ, ഇത് എടുക്കാണ്. അതതിന്റെ സ്പോർട്സ് ബ്രാ. ഇത് സ്പോർട്സ് ബ്രാ. ഓക്കെ.
അല്ല ഒരു ഐറ്റം കാണുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് കടയിൽ ബനിയൻ ക്ലോത്തിന്റെ നേരത്തെ കൂളൊക്കെ കാണിച്ചെന്നില്ലേ, അതിലൊക്കെ കട്ടിങ് ഇല്ലാത്തതാണ് കേട്ടോ. ഇത് കട്ടിങ് അല്ലേ? അല്ല, അതിന് അല്ല ഇതില് കട്ടിങ് വരുന്നുണ്ട്, ഇതില് കട്ടിങ് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ബ്ലൗസിന്റെ കട്ടിങ് വരുന്ന പോലെ തന്നെ കട്ടിങ് ഇല്ലാത്തതാണ് നേരത്തെ കണ്ടതൊക്കെ. അതാ ഞാനൊരു പ്രത്യേകത കണ്ടപ്പോ ഞാൻ എടുത്ത് നോട്ട് ചെയ്തു. അതുപോലെ ബനിയൻ ക്ലോത്തിൽ കട്ടിങ് വരുന്നതാണ് കൂടുതലായി മൂവിങ് ഉണ്ടാവുക. ഈ കട്ടിങ് ഇല്ലാതെ ഇങ്ങനെയുള്ള കട്ടിങ്ങിലാണ് കൂടുതലായി. ഇതാണ് കുറച്ചുകൂടി, ഇതല്ല മറ്റേതാണ് പൂവ് കുറച്ചും കൂടി കൂടുതലായി. ഞാൻ ഇത് പിടിച്ചതാണ് അല്ല, നമ്മളെ ബനിയൻ ക്ലോത്തിൽ ഈ സംഭവത്തിൽ ഈ സെന്റർ കട്ടിങ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ അതില്ലാത്തത് നമ്മൾ അവിടെ കൂള് ഒക്കെ കണ്ടില്ലേ, ലൈറ്റും ഡാർക്കും ആ ഒരു സംഭവം അതാണ് കൂടുതലായിട്ട് പോണത് അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ ഏത് ഏരിയയില് ഏത് ബ്രാൻഡ് പോകും അതുകൂടി നോക്കിയിട്ട് നിങ്ങൾ വെക്കണം. അല്ലാണ്ട് എല്ലാം കൂടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്റെ ഏരിയയിൽ ഇത് പോയില്ല. അപ്പൊ അങ്ങനെ പോയില്ലെങ്കിലും അതിനും ഉണ്ട് സൊല്യൂഷൻ. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. നമ്മുടെ സാറ് എവിടെയാ? അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിപ്പോ ഈ ഒരു ബ്രാൻഡ് നിങ്ങളുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, കടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിലും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ റീപ്ലേസ് ഓപ്ഷൻ ഉണ്ട്. ആ റീപ്ലേസിന്റെ കൂടിയും കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആളോട് പറഞ്ഞുതരാം. ആളെ കൊണ്ട് ചോദിപ്പിക്കാം നമുക്ക്. അടുത്തത് ഇത് സെയിം, ഇത് ബനിയൻ സ്പോർട്സ് ഷിമ്മി. ഇപ്പൊ നമ്മള് നേരത്തെ അവിടെ കണ്ടില്ലേ, അതേമാതിരി ഓരോ കമ്പനിയിലും ഇവിടെ സാധനങ്ങളുണ്ട്. അവിടെ ഇപ്പം കൂടിയതും ആയാലും കുറഞ്ഞതായാലും രണ്ട് കമ്പനീൻ്റെ ആയാലും സാധനങ്ങൾ ഇവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഏത് കമ്പനിയിലാണെങ്കിലും വീതിയുള്ള സ്ട്രാപ്പും എലാസ്റ്റിക് സ്ട്രാപ്പും ഒക്കെ ഉണ്ട്. അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ്. പിന്നെ ഇത് വരുന്ന ജെൻസിന്റെ പൂമറിന്റെ ജെൻസിന്റെ സാധനങ്ങളാണ്. ട്രങ്ക് ട്രൗസർ ടൈപ്പ് ആണ് ഇത് ട്രങ്ക്. അപ്പൊ എല്ലാം ബ്രാൻഡിന്റെ ആയാലും പാന്റീസും ബ്രാ എല്ലാതും ഉണ്ട്. ഓക്കെ. ഇത് ബനിയൻ ക്ലോത്ത്, ഇത് ബനിയനാണ് വരുന്നത്. കൈയുള്ള ബനിയൻ, കൈയില്ലാത്ത ബനിയൻ, RNS അങ്ങനെ വരുന്നത്. ഈ RNS എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുള്ളത് അത് കണ്ടാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും. ഈ RNS എന്ന് പറയുന്നത് കൈയുള്ളത്. RN എന്ന് പറയുമ്പോ കൈയില്ലാത്തത്. RNBS എന്ന് പറഞ്ഞാൽ RNSS എന്ന് പറയുമ്പോ സ്ലീവ്. S ഇല്ലാത്തതിന് സ്ലീവ് ഇല്ല. ഞാൻ പഠിച്ചു. ഇതിന്റെ ട്രങ്ക് ആണ് വരുന്നത്. ഇതിപ്പോ ഊരി കാണിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. എന്തിനാ കാണിക്കാം? ഈ ഒരു ടൈപ്പ് ട്രങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലായിട്ട് ഇരിക്കും. ഈ മോഡലിന് ഇപ്പൊ വേറെ അതിൽ തന്നെ ഉണ്ട്. ഇവിടെ കട്ടിങ് അങ്ങനെ പറഞ്ഞിട്ട് ജോക്കിന് വരുന്നതിന് പോക്കറ്റ് ഉണ്ടാവില്ല, ഇതില് വരുന്നതിന് പോക്കറ്റ് ഒക്കെ ഉണ്ടാവും. ഇതിലല്ലേ മാച്ചോലും ഇതിലൊക്കെ പോക്കറ്റ് വരും. ഈ പോക്കറ്റ് എന്തിനാന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. ശരിക്കറിയോ? ഞങ്ങൾക്ക് ആർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് എന്തിനാ ഈ പോക്കറ്റ് ഉള്ളത്. അതൊന്ന് കമന്റ് ചെയ്ത് പറയണോ. സീരിയസ്ലി എനിക്കത് അറിയണമെന്നുണ്ട്. ആരോട് ചോദിച്ചോടത്ത് പറഞ്ഞിട്ടില്ല. ഇതെന്താ? ഇത് കുട്ടികളെ പാന്റീസ് ആണ്. കുട്ടികൾക്കുള്ളത് 50 മുതൽ 75 വരെ സൈസ് ഉണ്ടാവും. പിന്നെ ഇത് അതുപോലെ ബനിയൻ ഓട്ടോന്റെ ഇത് നമ്മള് RNS അങ്ങനെ പറഞ്ഞില്ല, അതന്നെ ഓട്ടോന്റെ. ഈ ഓട്ടോയിൽ തന്നെ ഇപ്പൊ ഈ രണ്ട് കളർ കാണുന്നുണ്ട്. ഒന്ന് അത് CP ആണ്. അല്ല, അത് RN, ഇത് RNS. അങ്ങനെ വരാം. ഓക്കെ. ഇത് രണ്ടും ഒരു ബ്രാൻഡ് തന്നെയാണ്. ആ ഒരു കളർ വ്യത്യാസം ഉണ്ട്. അപ്പൊ അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിക്കാനേ. ഇത് പിന്നെ ജോക്കിന്റെ ട്രങ്ക്. എന്തോരം ഇത് കാണിച്ചാലും തീരുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയണത്. ഇത് കുറച്ച് കൂടിയ റേറ്റിൽ വരുന്നതാണ്. മോഡൽ മെറ്റീരിയൽ അങ്ങനത്തെ നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതെന്തായാലും നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ തുറന്നു നോക്കാം. അതൊരെണ്ണം നോക്കിയാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അല്ല, ബ്രാൻഡ് അതായതോ ഇത് എടുക്കാനും വേണം ഒരു പക്ഷേ. ബ്രാൻഡ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ക്വാളിറ്റിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. ജോക്കിൽ തന്നെ എത്രയോ സെറ്റ് പാക്കിങ് തന്നെ നോക്ക് നിങ്ങൾ. ഇത് ഭയങ്കര ഒരു സീംലെസ് പോലെ ഒരു മെറ്റീരിയൽ അതുപോലെ തന്നെയാണ് വരുന്നത്. ഇത് US പോളോ ബ്രാൻഡിന്റെ ഇതും അത്യാവശ്യം നല്ല. ഇതിന് പോക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനൊന്നും അങ്ങനെ പോക്കറ്റ് വരാറില്ല. ഇത് ഈ കാണുന്നതൊക്കെ തന്നെ ഇതാണ് കേട്ടോ ഇതിന്റെ. ഞാൻ ഓപ്പൺ ചെയ്തു ഫുള്ളായിട്ട്. ഇതില് ഈ സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഒക്കെ പെർഫെക്റ്റ്. ഇത് ജോക്കി ബ്രാൻഡിന്റെ. അതുപോലെ US പോളോ, ഇത് വാനുസൻ. ആഹാ. ജോക്കി, US പോളോ, വാൻ ഹുസൈൻ. ഇത് ഫുള്ളും ജോക്കി തന്നെയാണ്. ജോക്കി ബ്രാൻഡിന്റെ ഫുൾ കളക്ഷൻസ്. അപ്പൊ ഇന്നർ വെയറിലൊക്കെ നല്ല സെലക്ഷൻസ് ഉണ്ട്. ഒന്നോ രണ്ടോ ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാ കമ്പനി ഉണ്ട്. ഇതുപോലെ ഇവർക്ക് ഒരു 4-5 പോരാ. ഞാൻ പറഞ്ഞത് ഇത് ആക്ച്വലി കുറഞ്ഞു പോയി. അതിനേക്കാളും കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് എല്ലാതും എടുത്ത് ഞാൻ സാറ് വരട്ടെ. സാറിന് ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓഫർ അറിയണ്ട എന്താ സംഭവം. ഇത് കഴിഞ്ഞ് വേണം അടുത്ത ഒരു ഇതിലേക്ക് പോകാനായിട്ട്. ഇത് കുട്ടികളുടെ തന്നെ. ഓക്കെ. ഞങ്ങൾ സാധനങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ തന്നെ പുറത്തും അവിടെയും ഇവിടെയും ആയിട്ട് നമുക്ക് ഒന്നും
അത്രയും കളക്ഷൻസും സെലക്ഷൻസും ആണ് ഇപ്പുറത്തും അപ്പുറത്തായിട്ട്. അപ്പൊ നമ്മളിപ്പോ എക്സാക്ട് പറയുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ കോഴിക്കോടാണ്, ന്യൂ ബസ് സ്റ്റാൻഡിന്റെ ജസ്റ്റ് ഇപ്പുറത്തുള്ള ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ്. നമ്മളൊന്ന് സാറിനെ ഒന്ന് കണ്ടിട്ട് ഇനി ബാക്കിയൊന്ന് വേറെ സ്ഥലങ്ങൾ സാറുണ്ട് അതിന്റെ ഉള്ളില്. എന്തായാലും സാറ് കസാരയിൽ കാണില്ല, ഇവിടെ ഭയങ്കര തിരക്കുമാണ്. കസ്റ്റമർ ആണോ? ഒരു റിവ്യൂ തരാൻ പറ്റുമോ? ഇവരാണോ ഈ ബില്ല് ചെയ്തോണ്ടിരിക്കുന്നത്? ഇവരാണോ ചേട്ടാ ഈ ബില്ല് ഇവരാണോ ചെയ്തോണ്ടിരിക്കുന്നത്? ജസ്റ്റ് മൈക്കൊന്ന് വെക്കുന്നുണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? കൊല്ലം ചടയമംഗലം. കൊല്ലത്തുനിന്ന് ചടയമംഗലത്ത് കോഴിക്കോട്. സ്ഥിരം വരുന്നതാണോ നിങ്ങൾ? സ്ഥിരം വരുന്നതല്ല, നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങാൻ പോകുന്നു. അതാണ് ഇങ്ങോട്ട് ഭയങ്കര ഒരു പുതിയതായിട്ടുള്ള സ്റ്റാർട്ടപ്പ്കാർക്കുള്ളത് ഒരു മോട്ടിവേഷൻ ആണ്. സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫേസ് ചെയ്തു, അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റം വെക്കണം, അങ്ങനെ എന്തെങ്കിലും. ആദ്യമേ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഐറ്റം വേണം, കടയിൽ ഏതൊക്കെ ഐറ്റം വേണം, ഏതൊക്കെയാണ് ഇപ്പൊ മൂവ്മെന്റ് ഉള്ളത്, അങ്ങനെയാണ് നമ്മൾ നോക്കിയത്. അങ്ങനെ പിന്നെ കോഴിക്കോട് വന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഇന്നർ വെയറിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. കുറച്ച് സാധനം എടുത്തു. അപ്പൊ ആക്ച്വലി ഇന്നർ വെയർ നിങ്ങൾ ഒരു ഷോപ്പ് മൊത്തത്തിൽ ഒരു ഇന്നർ വെയറിന്റെ കട ഇട്ടില്ലെങ്കിലും ഒരു കൗണ്ടർ ആയിട്ടെങ്കിലും വെക്കണം. കാരണം അതെന്തായാലും കച്ചവടം നടക്കും. കാരണം ബാക്കി ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ. അപ്പൊ സ്റ്റാർട്ടപ്പ് ചെയ്തതിന് ഹാപ്പിയാണ്, സക്സസ് ആവട്ടെ. നല്ല അടിപൊളിയായിട്ട്. കടയുടെ പേരെന്ന് പറഞ്ഞാൽ ഓഷ്യൻസ് ചാട്ടമംഗലം. അത് റീറ്റെയിൽ ആണ് കേട്ടോ. ഹോൾസെയിൽ വേണ്ടവർക്ക് ഇങ്ങോട്ട് തന്നെ വരണം, റീറ്റെയിൽ വേണ്ടവർക്ക് അങ്ങോട്ട് പോവാം. പേര് പറഞ്ഞില്ല, മുഹമ്മദ് നാസ്. ഈ ഒരു കാര്യമാണ് പ്രത്യേകം പറയാണ്, കൊല്ലത്തുനിന്ന് കോഴിക്കോട് വരെ ഒന്നുമില്ലാണ്ട് ഇവിടം വരെ എത്തില്ലല്ലോ അല്ലെ? അതാണ് നമ്മുടെ സാറ് ഇപ്പോഴും വന്നിട്ടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. എന്തായാലും സാറിന്റെ സീറ്റ് കാലിയാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഒരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം. സാർ ഇതാ സീറ്റിൽ വന്നിരുന്നിട്ടുണ്ട്. സാർ ബിസി ആയിരുന്നില്ലേ? ഇടയ്ക്ക് ഒന്ന് മുങ്ങി അല്ലേ? തിരക്കൊക്കെ ഒഴിഞ്ഞാ? തിരക്കൊഴിഞ്ഞ. അതെ, നമ്മള് എന്തൊക്കെയോ ഓഫറിനെ കുറിച്ചിട്ട് പറയണ്ടായിരുന്നു. അപ്പൊ ഈ ഓരോ ഓഫർ എന്താ സംഭവം? ഓഫർ എന്ന് പറഞ്ഞാല് നമ്മള് പുതിയതായിട്ട് സ്ഥാപനം തുടങ്ങുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആണ് നമ്മളൊരു ഓഫറായിട്ട് പറയുന്നത്. കാരണം പഴയ കസ്റ്റമറിന് ഈ ഓഫർ ആവശ്യമില്ല. അതിൻ്റെ പേരിലാണ് പുതിയ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കസ്റ്റമറായിട്ടുള്ള റിലേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു വൺ ടൈം റിലേഷനോ ഒരു ഇനാഗുറൽ പർച്ചേസോ അല്ല. നിരന്തരമായിട്ട് നമ്മളൊരു 30 വർഷത്തെ ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് നിരന്തരമായിട്ട് അവരുമായിട്ട് ബിസിനസ് ചെയ്യുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അവർ തുടങ്ങുന്ന ഏരിയയിൽ പോകുന്ന ബ്രാൻഡുകളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. അതേസമയം ഏതെങ്കിലും കാരണവശാൽ നമ്മളൊരു ഓഫർ എന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത്, ഏതെങ്കിലും കാരണവശാൽ 90 ഡേയ്സ് അവർ ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് വെച്ചിട്ട് അവർക്കത് മൂവ് ആകുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ നിബന്ധനകൾക്ക് വിധേയമായി, അതായത് നിബന്ധനകൾക്ക് വിധേയമായി എന്ന് പറയുന്നത് അത് ഹിഡൻ ആയിട്ടുള്ള മറ്റൊന്നുമല്ല. അതിൽ ആ ബ്രാൻഡ് ആ ബോക്സിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വിൽക്കാതിരിക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കത് വീണ്ടും വിൽക്കേണ്ടതാണ്. ആ പ്രൊഡക്റ്റ് നമ്മൾ മുഴുവനായിട്ടും തിരിച്ചെടുത്തുകൊണ്ട് അവർക്ക് പോകുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു ബ്രാൻഡ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു 90 ഡേയ്സിലേക്ക് നമുക്ക് അതൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു ബോക്സ് എടുത്തു എന്ന് മാത്രം. ഈ ബോക്സ് ഇത് ഇപ്പൊ ഏറ്റവും മൂവിങ് ആണ്. അതിന് എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ്. ഈ ബ്രാൻഡ് അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ് അല്ലെ? അത്യാവശ്യം ഞാൻ ഇത് നന്നായിട്ട് കാണുന്നുണ്ട് നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോ. ഇനി ഈ ഒരു ബോക്സില് ഇതിലിപ്പോ ഈ ബോക്സിൽ 10 പീസാണുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു ബോക്സ് ഒരു കസ്റ്റമർ വാങ്ങിക്കൊണ്ടുപോയി ഇതൊട്ടും പോകുന്നില്ല എന്ന്, ഈ ഒരു ബ്രാൻഡ് തന്നെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് തന്നെ അവിടെ പോകുന്നില്ല, അല്ലെങ്കിൽ ഈ ബോക്സ് പോകുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ ആ ബിൽ ഡേറ്റ് വെച്ച് 90 ഡേയ്സിനുള്ളിൽ കസ്റ്റമർ ബോക്സിന് ഒരു പഴക്കമൊന്നുമില്ലാതെ ഞങ്ങൾക്കത് പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് അവർക്ക് പോകുന്ന, ഇനിയിപ്പോൾ ഒരു V-Star ആകാൻ ചിലപ്പോൾ അവർക്ക് അവിടെ പോകുന്നത് ആ ബ്രാൻഡിലേക്ക് നമുക്ക് റീപ്ലേസ് ചെയ്ത് തരും. ആ സെയിം എമൗണ്ടിന്റെ റീപ്ലേസ് ചെയ്ത് അതിലെന്തെങ്കിലും കാറ്റഗറിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതും കൂടി എടുത്ത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. സത്യം. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഡെഡ് സ്റ്റോക്ക് ഇല്ലാതെ അവർക്ക് പോകുന്ന മൂവ്മെന്റ് ഉള്ള പ്രൊഡക്റ്റുകൾ മാത്രം വെച്ചുകൊണ്ട് അത് എടുത്തെടുത്ത് പറയുന്നതിന്റെ റീസൺ വേറെ ഒന്നല്ല. ഓരോ ഏരിയയിലും ഓരോ ബ്രാൻഡുകളാണ് മൂവിങ്. എന്നാൽ എല്ലാം ബ്രാൻഡ് നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. ഓരോ ഏരിയ എന്ന് പറയുമ്പോൾ ചിലർക്ക് പാഡഡ് ഉള്ള ഒരു ഏരിയയിൽ കൂടുതൽ പെൺകുട്ടികൾ ഇടാത്ത ഏരിയ ബ്രാൻഡിന് തന്നെ വ്യത്യാസം, ബ്രാൻഡിൽ വ്യത്യാസം. ഫോർ എക്സാമ്പിൾ നമ്മുടെ എറണാകുളം സൈഡിലൊക്കെ പോകുമ്പോ ഏത് ബ്രാൻഡ് നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റാണ്. അപ്പൊ ഇതിന്ന് ഇപ്പൊ നിങ്ങൾ ഈ ഒരു പീസ് വിറ്റിട്ട് ബാക്കി ഇത് കൊണ്ടുവരാണെങ്കിൽ തിരിച്ചു എടുക്കൂല. അത് ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ
ഈ തന്ന ബോക്സ് അതേപോലെ തന്നെ തിരിച്ചു തരണം. ഇതിലൊരു എഴുത്തും കുത്തും ഒരു ഡെക്കറേഷൻ പണിയോ കുട്ടികളുണ്ടോന്ന് ചെറുതായിട്ട് വരച്ചു കിട്ടാ, അതുപോലും ഇവിടെ പറ്റൂല. ഇതൊക്കെ വിലയുള്ള സാധനങ്ങളാണല്ലോ, പാക്കിംഗ് മെറ്റീരിയൽ ഒക്കെ വില അല്ല. ചിലര് നല്ല വിലയാണ്. അതാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയണത്. ഒരു പേനോണ്ട് അല്ലെങ്കിൽ ഒരു പെൻസിലോണ്ട് ഡ്രോയിങ് ചെയ്താൽ പിള്ളേർ അവിടെ വെറുതെ ഇരിക്കായിരുന്നു, ആ ബോക്സിൽ ഒന്ന് വരച്ചു. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ കമ്പനി സ്റ്റിക്കർ വരെ ഒട്ടിച്ചാൽ പോലും തിരിച്ചെടുക്കൂല. പരിക്കില്ലാതെ ഒളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വിരോധമൊന്നുമില്ല. കാരണം നമ്മൾ കസ്റ്റമറെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫർ, കസ്റ്റമറെ കൊടുക്കാൻ കസ്റ്റമർക്ക് ഒരു ഓഫറാണല്ലോ നമ്മൾ. ഇത് ഇവിടുത്തെ ഹോണസ്റ്റിയിലത്തെ ഓഫറാണ്. ഇതല്ലാത്ത ഓഫർ എന്ന് പറയുമ്പോൾ കമ്പനി ഓഫറുകൾ വേറെയും കുറെ ഓഫറുകൾ അതാത് സമയങ്ങളിൽ ഉണ്ടാകുന്ന ഓഫറുകളെല്ലാം നമ്മള് എന്താണ് ഓഫർ അതാത് സമയങ്ങളിൽ നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതെ, അന്നത്തെ പറയുമ്പോൾ ഏത് ദിവസം നിങ്ങൾ വരുന്ന ആ സമയത്ത് എന്ത് ഓഫറുകളോ അത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും. പക്ഷെ ഈ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോണസ്റ്റിക്കാര് തരുന്ന ആ ഓഫർ മിസ് ചെയ്യണ്ട. ഇതൊരു വലിയ ഓഫർ തന്നെയാണ്. അങ്ങനെയാണ്. ഇപ്പൊ നമ്മളെ ഒരു ബ്രാൻഡിൽ നിന്ന് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് പോകുന്നില്ല, ഞങ്ങൾക്ക് മറ്റേ ബ്രാൻഡാണ് പോകുന്നത്, അവര് ഹെൽപ്ലെസ് ആണ്. സത്യം, അവർക്കത് തരാൻ കഴിയില്ലല്ലോ. അതേസമയം ഹോണസ്റ്റിയിൽ വില ബ്രാൻഡുകാർ തരുന്ന സെയിം റേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് സാധനം എടുക്കാനുള്ള അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. മിസ് ചെയ്യേണ്ട ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓഫറും മിസ് ചെയ്യേണ്ട. ഈ ഓഫർ ഇനി എത്രാം തീയതി വരെ എന്താ ഒന്നും എനിക്കറിയില്ല. ഇനാഗുറൽ പർച്ചേസുകാർക്ക് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ആയിരിക്കട്ടെ, പഴയതുള്ളവർക്ക് അറിയാം നമ്മുടെ കടയിൽ ഇന്ന് വെച്ച് അതേ അപ്പൊ തന്നെ പോകും. അവർക്ക് നോളജ് ആയി. പിന്നെ ഇവിടുന്ന് ഒരുപാട് നോളജും ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സാറ് കൊടുക്കുന്നുണ്ടല്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഗോഡൌൺസ് കാര്യങ്ങൾ പല സ്ഥലത്തും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം പോയതുകൊണ്ട് നമുക്ക് എൻഡ് ചെയ്യാലേ, അല്ലെങ്കിൽ അവിടെയും കൂടി പോണോ? ഇത് മാത്രം മതി. കുറെ സ്ഥലങ്ങളുണ്ട് പോവാനായിട്ട്. അപ്പൊ മുകളിൽ മുന്നത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് വെയർ ഹൗസ് കാര്യങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടാൽ മതി. ജസ്റ്റ് യൂട്യൂബിലോ ഹോണസ്റ്റി കോഴിക്കോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയ ഇനാഗുറേഷൻ പർച്ചേസുകാർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറും വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ ഞാനൊന്ന് മോളിയെ പോയിട്ട് വരാം. എന്തായാലും ആ ചേച്ചി അവിടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പോവാം. ഇതാണ് ഞങ്ങളെ ഗോഡൗൺ. ഇത് ഞങ്ങളെ മിസ്ലീവിന്റെ എല്ലാ ഐറ്റംസും ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും മിസ്ലീവ്, ഇവിടെ നോക്കിയാലും മിസ്ലീവ്, മൊത്തത്തിലും മിസ്ലീവ് എന്നുള്ള ഒരു ഒറ്റ ബ്രാൻഡിന്റെ ഐറ്റംസ് ആണ് ഈ ഒരു ഗോഡൌണിൽ ഇരിക്കുന്നത്. എല്ലാം കൂടി എല്ലാം മിക്സ് ആക്കിയിട്ടാണ് വെച്ചത്. കാരണം എത്ര സ്റ്റോക്ക് വെച്ചത് കാരണം ഈ റൂം കൂടാതെ അപ്പുറത്തെ റൂമിലും എല്ലാം ഇതുപോലെ തന്നെ സാധനങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ വേറെ റൂമുണ്ട്, അതിലും ഇതുപോലെ സെറ്റാണ്. അത് ഈ ബ്രായും പാന്റീസും ഇവിടെ ബ്രാ മാത്രമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാന്റീസ് താഴെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പുറത്തെ സൈഡും ഉണ്ട്. നോക്കുകയാണെങ്കിൽ മൊത്തം മിസ്ലീവ് ഇത്രയും ഈ ഒരു ബ്രാൻഡ് ഇത്രയും സ്റ്റോക്ക് ചെയ്ത് ക്വാളിറ്റിയിൽ ബെസ്റ്റ് ആണ്. പിന്നെ കസ്റ്റമറുകളാണെന്ന് വെച്ചാലും കൊണ്ടുപോയ ആളുകൾ തന്നെ രണ്ടാമത് വന്ന് ചോദിക്കുന്ന ഓർഡറുകൾ, അത്രയും പർച്ചേസ് ഓർഡറുകൾ ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം കൊണ്ട് മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ട് കുറച്ച് നല്ല സാധനമാണ്, നല്ലതാണ്. പിന്നെ അതന്നെ ചോദിച്ചു വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാവരും കടയിൽ ഈ ഒരു ബ്രാൻഡ് വെച്ചോ. ഈ ഒരു ബ്രാൻഡ് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു ബ്രാൻഡാണ് മിസ്ലീവ് ബ്രാൻഡ്. മിസ്ലീവ് ബ്രാൻഡിന്റെ കൂടുതൽ പോണത് ബ്രാ, പാന്റീസ്. ബ്രായിൽ തന്നെ കുറെ ഐറ്റംസുകൾ ഉണ്ട്. അതിനൊക്കെ നന്നായി പോകുന്ന ഇതൊക്കെ നമ്മൾ താഴത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. റൗണ്ട് സ്റ്റിച്ച്, സാരി, ബ്രാ, ക്രോസ് ഓവർ, അങ്ങനെ കുറേ മോഡലുകൾ ഉണ്ട് അതില്. അപ്പൊ മിസ്ലീവ് ബ്രാൻഡ് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു ബ്രാൻഡും കൂടിയാണ് കടയിൽ ഇപ്പൊ തന്നെ കൊണ്ടുവച്ചത്. അതെ, അപ്പൊ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ ഒന്നും ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. എന്തായാലും ഒരുപാട് ഇവർക്ക് ഗോഡൌൺസ് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫുൾ കിടന്ന് ഓടി നടന്ന് എല്ലായിടത്തും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഈ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് വേണ്ടിയിട്ട് കട തുടങ്ങുമ്പോൾ അവർക്ക് സാധാരണ ഒരു പേടി ഉണ്ടാവും. ഒരു കട തുടങ്ങുമ്പോൾ എങ്ങനെ ഇത് സക്സസ് ആവോ ഇല്ല. ഇനിയിപ്പോൾ ആ ഒരു സക്സസിന്റെ കാര്യം ഒരു ടെൻഷനില്ല. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ നമുക്ക് വീണ്ടും 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 നമുക്ക് പ്രോഫിറ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവർ നല്ലൊരു ഓഫറാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു ബോക്സ് ഫുൾ ഈ ബ്രാൻഡ് മാത്രമല്ല, ഏത് ബ്രാൻഡ് എടുത്താലും നിങ്ങളുടെ ബ്രാൻഡ് ആ ഏരിയയിൽ ആ ബ്രാൻഡ് മൂവിങ് അല്ല എന്ന് വെച്ചാൽ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് പകരം വേറെ ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ ഒരു ബോക്സ് ഇങ്ങനെ തരുന്നത് പോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നാൽ മാത്രമാണ് റീപ്ലേസ് ഓപ്ഷൻ ഉള്ളൂ. അതിൽ നിന്ന് ഒരു ഐറ്റം പോലും
വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പീസ് അതിൽ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീപ്ലേസ് ഓപ്ഷൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കട സ്വന്തമായിട്ട് നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് കൗണ്ടറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇന്നർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടോ ഒന്ന് തുടങ്ങി ഇടാം. അതും വലിയൊരു പിന്നെ 15 ബ്രാൻഡ് എന്ന് പറഞ്ഞു ഒരുപാട് 15ഒന്നുമല്ല 15ൻ്റെക്കാളും മേലെ ബ്രാൻഡുകൾ ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മുടെ ഹോണസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥലം മറക്കട കോഴിക്കോടാണ്. കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡിന്റെ ജസ്റ്റ് സൈഡിലുള്ള കാണുന്ന ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഹോണസ്റ്റി അല്ലേ. അടിപൊളി. ശരി, അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ താങ്ക് യു, ബൈ.